अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अला दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मद व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मद व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु बिदअतिन ज़लालह व कुल्लु ज़लालतिन फिन्नार। या अय्युहल्लज़ीना आमनू इत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्न इल्ला व अंतुम मुस्लिमून। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनू क़ू अंफुसकुम व अहलीकुम नारा वक़ूदुहा अन्नास वल हिजारा अलैहा मलाइकतुन इलाउन शिदाद ला यअसून अल्लाह मा अमरहुम व यफ़अलून मा युअमरून। സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ അവസ്ഥകളിലും സുഖത്തിലും ദുഃഖത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. 2 വർഷത്തോളം ലോകത്തിലെ മനുഷ്യരെ മുഴുവനും ഭയപ്പാടിന്റെയും ഉത്കണ്ഠയുടെയും മുൾമുനയിൽ നിർത്തിയ കോവിഡ് മഹാമാരിയുടെ അതിശക്തമായ വ്യാപനത്തിനു ശേഷം പുതിയ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിലാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. ഭയാനകമാകുന്ന അവസ്ഥകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്ന ഭയപ്പാടിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് തന്നെ നമ്മളൊക്കെ പുതിയ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തുടക്കത്തിലാണ്. കോവിഡ് മഹാമാരി ലോകത്ത് മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ അവസ്ഥകളെയാണ് ഏറ്റവുമേറെ ബാധിച്ചത് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളിങ്ങനെ എണ്ണും. ആരോഗ്യത്തെ ബാധിച്ചു, മനുഷ്യന്റെ ജീവിതത്തെ ബാധിച്ചു, സമ്പത്തിനെ ബാധിച്ചു, ജോലിയെ ബാധിച്ചു, നിർമ്മാണ പ്രക്രിയകളെ ബാധിച്ചു, കച്ചവടത്തെ ബാധിച്ചു, വിദ്യാഭ്യാസത്തെ ബാധിച്ചു. അങ്ങനെ ഓരോന്ന് എണ്ണി പറയുന്നതിന് പകരം ഒരൊറ്റ മറുപടി കൊണ്ട് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാം. കോവിഡ് മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ അവസ്ഥകളെ ബാധിച്ചു എന്ന ചോദ്യത്തിന് ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും കോവിഡ് ബാധിച്ചു എന്ന് പറയുന്നത് സത്യമായിരിക്കും. ഒരു രോഗം എന്ന നിലക്ക് സാധാരണ അത് മനുഷ്യ ശരീരങ്ങളെയോ ആരോഗ്യത്തെയോ ഒക്കെയാണ് ബാധിക്കാറുള്ളത്. എന്നാൽ കോവിഡ് രോഗം മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ബാധിച്ചു. എല്ലാ മേഖലകളിലും അത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാക്കി.
സാമ്പത്തികമായും ശാരീരികമായും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ കോവിഡ് മനുഷ്യരെ ബാധിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഒരു ജോലിയിലേക്കുള്ള ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഏറെ വിവാദമായ ഒരു പരസ്യമാണ്. ആ പരസ്യത്തിൽ ആ ബാങ്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുക. ആ ബാങ്കിന്റെ ആ പോസ്റ്റിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത ബിരുദമാണ്, ഏതെങ്കിലും ഒരു ബിരുദം. പക്ഷെ ആ പരസ്യത്തിന് താഴെ ആ ബാങ്ക് കൊടുത്ത മറ്റൊരു വാക്കുണ്ട്. 2020, 2021 ഈ അധ്യയന വർഷങ്ങളിൽ ബിരുദം നേടി പുറത്തിറങ്ങിയ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല. 2020, 2021 ഈ വർഷങ്ങളിൽ പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ബിരുദം യോഗ്യതയുള്ള ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടതില്ല. എന്തേ കാരണം? ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ കുട്ടികൾക്ക് കാര്യമായിട്ട് ഒരു വിദ്യാഭ്യാസവും കിട്ടിയിട്ടില്ല. ആകപ്പാടെ അവർക്ക് കൊടുത്തത് മാർക്ക് മാത്രമാണ്. മാർക്ക് നല്ല കൊട്ടയിൽ നിറച്ചു കൊടുത്തു എല്ലാവർക്കും. ആർക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലല്ലോ എന്ന ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് കിട്ടി. പക്ഷെ വിദ്യാഭ്യാസ മാർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിന്റെ പല മേഖലകളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ കോവിഡ് മഹാമാരി മനുഷ്യ ജീവിതത്തിന്റെ ഏത് മുഖത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന ഒരു പഠനം ലോകത്ത് നടക്കുന്നുണ്ട്. ആ പഠനത്തിന്റെ ആശ്ചര്യകരമായ മറുപടി എന്താണ്? കോവിഡ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ബാധിച്ചത് അവന്റെ ധാർമ്മിക സാംസ്കാരിക രംഗത്തെയാണ്. മനുഷ്യനെന്നുള്ള നിലക്ക് മാനുഷികമായ ചില മുഖങ്ങളും മാനുഷികമായ ചില മൂല്യങ്ങളും ഒക്കെ അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് മതമുള്ളവനും മതമില്ലാത്തവനും ഒക്കെ. ഈ മാനുഷിക മൂല്യങ്ങളെയും ഈ സാംസ്കാരിക രംഗത്തെയും കോവിഡ് മഹാമാരി ഭയങ്കരമായി ബാധിച്ചു. അതിന്റെ തെളിവ് കണ്ടെത്താൻ നമ്മൾ ഒരുപാടൊന്നും അന്വേഷിക്കേണ്ട. ഈ കഴിഞ്ഞ 2 മാസക്കാലം കോവിഡിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി സാധാരണഗതിയിൽ ജീവിക്കാൻ തുടങ്ങിയ ഈ ഒരു 2 മാസക്കാലം ഉണ്ടല്ലോ, ഈ 2 മാസക്കാലത്തെ പത്രങ്ങൾ മാത്രം ഒന്ന് ശേഖരിച്ചിട്ട് നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ മാത്രം ഒന്ന് വായിച്ചാൽ മതി. ആത്മഹത്യകൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, ഗ്രഹപീഡനങ്ങൾ, മയക്കുമരുന്നിന്റെ വർധന, അങ്ങനെ നമ്മുടെ വർത്തമാന പത്രങ്ങളുടെ ഏറ്റവും വലിയ തലക്കെട്ടിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ശുഭകരമായ ഗുണകരമായ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ലോകത്തിലെ മനുഷ്യർക്ക് ആഹ്ലാദം നൽകുന്ന ഒരൊറ്റ വാർത്ത പോലും, ഞാൻ ആ വെറുതെ അതിശയോക്തിക്ക് വേണ്ടി പറയല്ല, ഒരൊറ്റ വാർത്ത പോലും നമുക്ക് ഈ കോവിഡാനന്തര കാലത്ത് വായിച്ചെടുക്കാൻ സാധ്യമാവാത്ത വിധം നമ്മുടെ ചുറ്റുപാടുകൾ ഇത്തരം ഭയാനകമായ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇന്നലത്തെ പത്രത്തിന്റെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരുന്നു? മിനിഞ്ഞാന്നത്തെ വാർത്ത എന്തായിരുന്നു? അതിന്റെ തലേ ദിവസങ്ങളിൽ ദിവസങ്ങളോളം ഓടിയ ഒരു കുട്ടിയുടെ പിന്നാലെയുള്ള ദത്തുമായി ബന്ധപ്പെട്ട വാർത്ത, അതിന്റെ മുമ്പ് ഒരു LLBക്ക് പഠിക്കുന്ന കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്ത, അതിനു മുമ്പ് ഒരു കുടുംബം തന്നെ മുഴുവനായി ആത്മഹത്യ ചെയ്ത വാർത്ത, അതിനു മുമ്പ് അങ്ങനെ 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 നമ്മുടെ പത്രത്തിന്റെ വാർത്തകളുടെ തലക്കെട്ടുകളൊക്കെ ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നാലെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ലേ? അല്ലട്ടോ, ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്ത് ഈ വിഷയത്തിൽ പഠനം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോവിഡിന് ശേഷമുള്ള മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? കോവിഡ് കാലത്ത് ഒരുപാട് രംഗത്ത് കനത്ത നഷ്ടം ഉണ്ടായപ്പോഴും വലിയ ലാഭം ഉണ്ടാക്കിയ ലോകത്തെ 2 കച്ചവടമുണ്ട് കോവിഡ് കാലത്ത്. ഒന്ന് മയക്കുമരുന്നത്രേ. ലോകത്ത് ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന കച്ചവടം പെട്രോളിയവുമായി ബന്ധപ്പെട്ട കച്ചവടമാണ്. പിന്നെ ആയുധ കച്ചവടമാണ്. അതൊക്കെ പഴയ കണക്കാണ്. കോവിഡാനന്തര കാലത്തെ കണക്ക് വെച്ച് നോക്കിയപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ പണമൊഴുകിയ കച്ചവടം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കച്ചവടമാണ്. എല്ലാ പ്രദേശത്തും, പട്ടണങ്ങളിൽ നിന്ന് വേണ്ട, ഗ്രാമപ്രദേശങ്ങളിൽ പോലും നാർക്കോട്ടിക് സെല്ലും അതേപോലെ തന്നെ എക്സൈസ് വിഭാഗവും പോലീസും ഒക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുടെ അളവുകൾ നമ്മളെ അമ്പരപ്പിക്കുന്ന അളവുകളാണ്. സത്യം നമുക്കറിയാലോ, 100 ആള് ഈ സാധനം വിൽക്കാൻ കൊണ്ടുവരുമ്പോ 1-2 ആൾക്കാരെയാണ് പോലീസ് പിടിക്കുക. ബാക്കി 98 ആളെ കിട്ടൂല. അപ്പൊ നമ്മുടെ നാട്ടിൽ
രാജ്യങ്ങളിലാണ് ലഭ്യമാകുന്നത്. എന്നാൽ ആ ആഫ്രിക്കയിൽ മാത്രം ലഭിക്കുന്ന ഏറ്റവും മാരകമായ മയക്കുമരുന്നാണ് 2 മാസം മുമ്പ് കോഴിക്കോട് മൊഫൂസൽ സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ പക്കൽ നിന്ന് നമ്മുടെ പോലീസ് പിടിച്ചെടുത്തത്. അത്രയും ഭീകരമായ രൂപത്തിൽ മയക്കുമരുന്നിന്റെ വർധനമുണ്ടായി. രണ്ടാമത്തെ ലാഭകരമായ കച്ചവട കാര്യങ്ങൾ ഫോൺ വീഡിയോസ് അഥവാ വൃത്തികെട്ട ലൈംഗികതകൾ അതിന്റെ വീഡിയോ ക്ലിപ്പുകളാക്കി അത് കച്ചവടം ചെയ്ത് അത് കാണാൻ ആളെ ഉണ്ടാക്കുന്ന ആ രംഗമാണ് ലോകത്ത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയ മറ്റൊരു രംഗം. തൊഴിലില്ലാതെ പുറത്തു പോകാതെ വീട്ടിലിരിക്കുന്ന ആളുകളിൽ പലരും അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാക്കി ഈ ഫോൺ വീഡിയോ കാണലും അതിന്റെ ആസ്വാദനവും. അവിടെ ചെറുതോ വലുതോ ആണോ പെണ്ണോ എന്നല്ല, ഏത് ആളുകൾക്കും അവർക്ക് വേണ്ടത് എന്താണോ അത് ഇഷ്ടം പോലെ എത്തിച്ചു കൊടുക്കാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാധിച്ചു. പലരുടെയും മൊബൈൽ ഫോണിൽ നല്ല 5 നേരം നിസ്കരിക്കുന്ന നല്ലവരായി ജീവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ മൊബൈൽ ഫോണുകളുടെ ഉൾവശങ്ങളൊക്കെ വൃത്തികേട് കൊണ്ട് നിറഞ്ഞു നിൽക്കുക. നമ്മുടെ മൊബൈൽ ഫോണിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നേർചിത്രമായിരിക്കും ഒരു മൊബൈലിന്റെ ഉൾഭാഗത്ത്. നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ തുറന്നാൽ വിവിധ ടൂർണമെന്റുകളുടെ അതിന്റെ വീഡിയോസും അതിന്റെ ലൈവും ഒക്കെ അങ്ങനെ വരുടെ. കാരണം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയേക്കും അതിങ്ങനെ വരും. നിങ്ങൾ ഖുർആൻ പാരായണം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തുറന്നാൽ വ്യത്യസ്തമായ ഖിറാഅത്തുകൾ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറങ്ങി വരില്ലേ. നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ശ്രോതാവാണെങ്കിൽ നിങ്ങൾ മാപ്പിളപ്പാട്ട് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ടിന്റെ വിവിധ രൂപങ്ങളെ വരാം. എന്റെ വീട്ടിലൊരിക്കൽ എന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ലേശം പാത്രങ്ങൾ വേണം. പാത്രം വീട്ടില് പാത്രമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കടയിൽ പോയിട്ട് വാങ്ങാം. അപ്പൊ ഭാര്യ മക്കളൊക്കെ പറഞ്ഞു ഇപ്പൊ ആരും കടയിൽ നിന്ന് സാധനം വാങ്ങാറില്ല, ഇപ്പൊ ഒക്കെ ഓൺലൈനാണ്. അങ്ങനെ എന്റെ ഫോൺ എടുത്തിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവര് പാത്രങ്ങൾ പരത്തി. ഇപ്പൊ എന്റെ മൊബൈൽ തുറന്നു നോക്കിയാല് ഒരു പാത്രക്കടയിലേക്ക് നോക്കിയേക്കാം, എവിടെ പോയാലും പാത്രങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. അങ്ങോട്ട് വരും. അവിടെ വെറുതെ ഒരാൾ ഫോൺ ചെയ്താൽ പോലും ഫോണിൽ പാത്രങ്ങൾ ഇങ്ങനെ വരും. അപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു നേർചിത്രമായി മൊബൈലുകൾ മാറി നമ്മളൊക്കെ ഒന്ന് ഒഴുകിയിരുന്നിട്ട് നമ്മുടെ മൊബൈലൊക്കെ വെറുതെ ഒന്ന് തുറന്നു നോക്കുക. ആ മൊബൈലിന്റെ ഉള്ളിലൂടെ ഏതൊക്കെ വഴിയിലൂടെയാണ് കോവിഡ് കാലത്ത് നമ്മൾ സഞ്ചരിച്ചത് നമുക്ക് ബോധ്യമാവും. കുടുംബ ബന്ധങ്ങളിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ മുറിവുകൾ ചില്ലറയൊന്നല്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു വീട്ടിലെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പോലും ഈ കോവിഡ് കാലം ഭയങ്കരമായ വിള്ളലുണ്ടാക്കി. ഒരു ഉമ്മനോട് പറഞ്ഞത്, എന്റെ മോന് വീട്ടില് ഹോട്ടലിൽ താമസിക്കുന്നത് പോലെയാണ് താമസിക്കുന്നത്. അതെന്താ, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം ഡെയിലി റൂമിൽ വരും, ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴും വലത്തേ കൈ കൊണ്ട് വാരി തിന്നുമ്പോ ഓരോ ഇടത്തേ കയ്യിൽ മൊബൈൽ ഉണ്ടാവും. ഭക്ഷണം കഴിഞ്ഞിട്ട് ആ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വാഷ് ബേസിന്റെ ചോട്ടിൽ നിന്ന് കൈ ഇങ്ങനെ കഴുകിയിട്ട് മുകളിലെ റൂമിലേക്ക് കയറി പോകും. വീട്ടിലെ അനുജന്മാരോടോ അനുജത്തിമാരോടോ ബാപ്പാനോടോ ഉമ്മാനോടോ ഒന്നും സംസാരിക്കാറില്ല. എന്നാൽ അവന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ല. രാത്രി 12 മണിക്കും അവന്റെ മുറിയിൽ നിന്ന് മൊബൈൽ ഫോണിനോടുള്ള സംസാരം ഞങ്ങൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ കഴിഞ്ഞ 2 മാസത്തിന്റെ ഇടയ്ക്ക് 5-6 വിവാഹമോചന കേസുകളിൽ ഞാൻ സംസാരിച്ചു. 6 വിവാഹമോചന കേസുകൾ. ഈ 6-ൽ ഒന്നുപോലും ആ ബന്ധം നിലനിർത്താൻ കഴിഞ്ഞില്ല. 6 തലാഖിലാണ് അവസാനിച്ചത്. അതിൽ ഒരൊറ്റ ഒന്നുപോലും തൊലാഖ് ചൊല്ലുവാൻ കാരണമുള്ളതും ഉണ്ടായിരുന്നില്ല. 6 തലാഖിലെത്തി. 6-ൽ ഒന്നുപോലും തലാഖ് ചൊല്ലുവാൻ കാരണമായ ഒരു വ്യക്തമായ കാരണം പറയാതെയാണ് തലാഖ് നടന്നത്. കല്യാണം കഴിഞ്ഞ് വരന്റെ കൂടെ പോയ പെണ്ണ് 3-ാമത്തെ ദിവസം സ്വന്തം വീട്ടിലേക്ക് സൽക്കാരത്തിന് വന്നിട്ട് അവൾ പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതെന്താ പോകാത്തത്? ഒന്നുമില്ല, എനിക്കവിടെ ഇഷ്ടമല്ല. മൈക്കൊന്ന് ലേശം മതി, അതുകൊണ്ട് ഞാൻ പോണില്ല. ഒരു കാരണമല്ല, എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോണില്ല. അപ്പൊ വീട്ടുകാരെ പറഞ്ഞത് കല്യാണമില്ല, കുട്ടിക്കളിയാണോ? ഇതങ്ങനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് പോകാതിരിക്കാൻ പാടുണ്ടോ? എത്ര കാലം പണം, എത്ര ആൾക്കാരെ വിളിച്ച്, എത്ര അധ്വാനം, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റൂല. അപ്പൊ ഈ കുട്ടി പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനൊരു ഭാരമാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, എന്നാലും ഞാൻ അങ്ങോട്ട് പോകില്ല, ഞാൻ മരിച്ചു കളയും. അല്ലേ? അവസാനം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു, ഉസ്താദേ ഒരു നിലക്കും മുന്നോട്ട് പോകില്ല, എല്ലാം നോക്കി പോകില്ല. അവസാനം മഹർ വരന് തിരിച്ചു കൊടുത്തിട്ട് ആ വിവാഹബന്ധം 3 ദിവസം മാത്രമുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ച ആ വിവാഹബന്ധം അവിടെ അവസാനിച്ചു. കല്യാണം കഴിഞ്ഞ് 15-ാമത്തെ ദിവസം പെണ്ണിനെ അവരുടെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വരൻ പറഞ്ഞു, എനിക്ക് ഇനി അവളെ വേണ്ട. എന്താ കാരണം? ഒന്നുമില്ല,
എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാരണമൊന്നും പറയില്ല, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അവളെ കൊണ്ടുപോകില്ല. പിന്നെ ഒരു മാർഗമല്ല. നമ്മുടെ ചെറുപ്പക്കാര്, നമ്മുടെ മക്കള് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ മാതാപിതാക്കളും കാരണവന്മാരും എല്ലാവരും പിന്നെ നിസ്സഹായം. ഒന്നുമില്ല, ഞാൻ തീർത്ത് ആറെണ്ണം തീർത്ത്. ഞാൻ സത്യം പറയാലോ, ശരിക്ക് മദ്യം പറഞ്ഞാൽ തീരാത്ത ഒരൊറ്റ പ്രശ്നം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ വരനും വധുവിനും സമ്മതമല്ല. വീട്ടുകാർക്ക് കുഴപ്പമില്ല, വരന്റെ വീട്ടുകാരൊക്കെ വധുവിന്റെ വീട്ടുകാരൊക്കെ. പക്ഷെ ഇവർ രണ്ടുപേരും സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. പിടിവാശികൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുക. വല്ലാത്ത ഒരവസ്ഥ നമുക്കിടയിൽ രൂപപ്പെടുക. നമ്മുടെ ചെറുപ്പക്കാരുടെ, യൗവനങ്ങളുടെ, കൗമാരങ്ങളുടെ, ബാല്യങ്ങളുടെ മനസ്സിലേക്ക് വൃത്തികെട്ട ചിന്തകളുടെ കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നിരീശ്വരവാദത്തിന്റെ, നിർമ്മികവാദത്തിന്റെ, മതനിരാസത്തിന്റെ ഭയങ്കരമായ കൊടുങ്കാറ്റുകളാണ് ഈ 2 കൊല്ലക്കാലം നമ്മുടെ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് കടത്തിവിട്ടത്. നിസ്കരിക്കാൻ ആളുകളില്ല, ചെറുപ്പക്കാരല്ല. വെള്ളിയാഴ്ച പള്ളിയിൽ ആളില്ല. നന്നായി നിസ്കരിച്ചിരുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഒക്കെ നിസ്കാരം നിർത്തി. എന്തേ നിസ്കരിക്കാത്തത്? എന്താ നിസ്കരിച്ചിട്ട് കാര്യം? എന്താ നിസ്കാരം കൊണ്ട് കാര്യം? മാതാപിതാക്കള് കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുവരും. നിങ്ങൾ എം അക്ബർ സാഹിബിനെ വിളിച്ചു നോക്കുക, മുസ്തഫ തൻവീറിനെ ഒന്ന് വിളിച്ചു നോക്കുക. ഈ സമയത്ത് അവരുടെ മുമ്പിലേക്ക് മതനിരാസത്തിന്റെ പേരിൽ വഴിതെറ്റപ്പെട്ട മക്കളെയുമായി കടന്നു വരുന്ന മാതാപിതാക്കളുടെ എണ്ണം എത്രയാണെന്ന് അന്വേഷിക്കുക. കാരണം യൂട്യൂബുകളിൽ, ഇൻസ്റ്റാഗ്രാമുകളിൽ, ക്ലബ് ഹൗസുകളിൽ, അങ്ങനെ വ്യത്യസ്തമായ മീഡിയകളിൽ മതനിരാസത്തിന്റെ ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ, യൗവനങ്ങളുടെ, ചെറുപ്പക്കാരുടെ തലയിലേക്ക് കുത്തിവെക്കാൻ കോവിഡ് കാലം ശരിക്കും അവർ വിനിയോഗിച്ചു. ഇൻഷാ അല്ലാഹ് ഞാനത് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിലെ 2-3 കുട്ടികൾ വന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ ക്യാമ്പസിന്റെ പുതിയ ട്രെൻഡുകൾ നിങ്ങൾക്ക് അറിയോ? ഞാൻ അറിയില്ല. ക്യാമ്പസ് ഒക്കെ കണ്ടിട്ട് കാലത്രേ മക്കളെ. അപ്പൊ അവര് പറയണ്ടേ, ക്യാമ്പസിൽ ഇപ്പോ പെൺകുട്ടികൾക്കൊന്നും വിവാഹത്തിനോട് താല്പര്യമില്ലത്രേ. വിവാഹത്തിനോട് താല്പര്യമില്ല. ഞാനിങ്ങനെ ഓർത്തത്, 16 വയസ്സാകുമ്പോഴേക്ക് വീടിന്റെ മുമ്പിലെ വരമ്പിലൂടെ ഒരു പ്രായമുള്ളവന്റെ പിന്നാലെ നടന്നു വരുന്ന, പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനെ കാണാൻ വേണ്ടി വാതിൽപ്പൊടിയുടെ പിന്നാമ്പുറത്ത് ലജ്ജയോടുകൂടി ഒളിച്ചിരിക്കുന്ന ഒരു 16-കാരിയുടെ ചിത്രമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന 18, 20, 22, 25 ഒക്കെ പ്രായമായ പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല. എനിക്കത് പുതിയൊരു അറിവായിരുന്നു. ഞാൻ ചോദിച്ചു, അതെന്താ കല്യാണത്തോട് താല്പര്യമില്ലാത്തത്? അപ്പൊ അവര് പറഞ്ഞത്, കല്യാണം കഴിച്ചാൽ പുരുഷന്റെ അടിമയാവണം, അവൻ പറയുന്നത് കേൾക്കണം, പഠിക്കാൻ പറ്റൂല, ജോലിക്ക് പോകാൻ പറ്റൂല, ഗ്രഹപീഡനം, ഭർത്തൃപീഡനം, അമ്മായിമാരുടെ പീഡനം, അമ്മോശക്കാരന്റെ പീഡനം, മറ്റേ പീഡനം, ഒരുപാട് കഷ്ടപ്പെടണം. ഇവരെന്തിനാ കല്യാണം കഴിക്കുന്നത്? ഒരു താലിച്ചരടിന്റെ അല്ലെങ്കിൽ ഒരു മഹർമാലയുടെ അതിന്റെ ബന്ധനത്തിന്റെ പേരിൽ ജീവിതം തന്നെ ബന്ധിക്കപ്പെടുന്ന വിവാഹങ്ങൾക്ക് താല്പര്യമില്ലത്ര പുതിയ തലമുറക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല മക്കളെ, വിവാഹം കഴിക്കാതിരുന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൂർത്തിയാവണ്ടേ? അവര് പറഞ്ഞത്, ഉസ്താദേ, അതിനൊക്കെ നല്ല നല്ല മാർഗം വേറല്ലേ. എന്താണ് മാർഗം? അതാണത്ര പുതിയ സിദ്ധാന്തം. ലിവിംഗ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുക. കല്യാണം കഴിക്കാതെ ഇഷ്ടമുള്ള ഒരു പുരുഷനും ഇഷ്ടമുള്ള ഒരു സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക. കല്യാണം കഴിച്ചാലാണല്ലോ പിരിയണം തോന്നിയാല് വിവാഹമോചനം വേണം, കോടതി വേണം, വക്കീൽ വേണം, കുടുംബ കോടതി വേണം, നാട്ടിലെ മഹല്ല് വേണം, കത്ത് കൊടുക്കണം, കൊടുക്കൂല, അപ്പൊ പ്രശ്നമാവും, മദ്യം പറയും. വിവാഹം കഴിക്കാതെ ജീവിച്ചാൽ ഈ പ്രശ്നമില്ലല്ലോ. ഇഷ്ടമുള്ളപ്പോ ഒരുമിച്ച് ജീവിക്കാം, ഇഷ്ടമുണ്ടാവുമ്പോൾ പിരിയാം. ഇപ്പൊ പുതിയ നമ്മുടെ സിനിമാ സ്റ്റാറുകൾ, അതേപോലെ തന്നെ പോപ്പുലറായ വളരെ ഉയർന്ന തലത്തിൽ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികളായ ആളുകൾ, അവരുടെയൊക്കെ കഥ ദിവസേന വരല്ലേ. 3ാമത്തെ കാമുകന്റെ കൂടെയാണ്, 4ാമത്തെ കാമുകന്റെ കൂടെയാണ്, 2 കുട്ടികളുണ്ട്, പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി, കല്യാണം 2 കൊല്ലം കൂടി കഴിഞ്ഞ് നടക്കും. 3 കുട്ടികളുണ്ട്, കല്യാണം 2 കൊല്ലം കൂടി കഴിഞ്ഞ് നടക്കും. കുട്ടികളല്ല, പാപ്പാനിമാനി കല്യാണം. അങ്ങനെ ഇഷ്ടമുള്ളപ്പോ ഒരുമിച്ച് ജീവിക്കുക, ഇഷ്ടമുള്ളപ്പോ പിരിയ. എന്തിനാ വെറുതെ ഒരു താലിച്ചരടിന്റെ, ഒരു മഹർമാലയുടെ ബന്ധനത്തിൽ പോയി പെടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, പൊന്നാര മക്കളെ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, കൊടയാത്ത ശരീരമുള്ള കാലത്തൊക്കെ നടക്കും, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാം. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സൗന്ദര്യവും ശരീരവും ആരോഗ്യവും നഷ്ടപ്പെടുന്ന ഒരു നാളെ വരാണ്ടല്ലോ, അന്ന് ആരാണ് നിങ്ങളൊക്കെ നോക്കുക? അപ്പൊ അവര് പറഞ്ഞു, പൊന്നാർ ഉസ്താദേ, 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ വൃദ്ധസദനങ്ങളോ ഗവൺമെന്റ് ഏജൻസികളോ ഒക്കെ ഉണ്ടാവും. 60 വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താകും എന്ന് ആലോചിച്ച് പേടിച്ചിട്ട് ഈ 20 വയസ്സിൽ നമ്മുടെ ജീവിതത്തിന് എന്തിനാ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുന്നത്? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഉള്ള കാലം സുന്ദരമായി ജീവിച്ചൂടെ? സത്യത്തിൽ ആ പെൺകുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ എനിക്ക് എപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം മതമൊന്നും ഒരു കേൾക്കൂല, മതത്തിനോടൊന്നും ഒരു താല്പര്യമില്ല. ഈ കോവിഡിന്റെ 2 കൊല്ലക്കാലം തന്നെ, ഈ 2 കൊല്ലക്കാലം മനുഷ്യന്റെ
മസ്തിഷ്കത്തിൽ ഉണ്ടാക്കിയ അപകടകരമായ മാറ്റങ്ങളെ കുറിച്ച്, സാമ്പത്തിക മാറ്റങ്ങളെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പുതിയ പാക്കേജുകളൊക്കെ വരുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ കുറവുകളെ നമ്മൾ തിരിച്ചെടുക്കും. അതേപോലെ എല്ലാ രംഗത്തെ നമുക്ക് നഷ്ടങ്ങളും നമ്മൾ തിരിച്ചെടുക്കും. പക്ഷേ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ കോവിഡ് ഉണ്ടാക്കിയ വല്ലാത്ത ഈ ദുരന്തമുണ്ടല്ലോ, ഇത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയിട്ട അണുബോംബ് പോലെ ഒരുപാട് കാലം ഇതിന്റെ ദുരന്തം വ്യക്തിയും സമൂഹവും കുടുംബവും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്ന് സത്യം. ഈ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയങ്ങളിലേക്ക് ചെന്നാലേ, ഞാൻ പൊതുവെ നിങ്ങളെക്കാളേറെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ചോറുനാളെ ബുദ്ധിമുട്ടൊന്നല്ല, നിക്കാതിന് അങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകാറുണ്ട്. അങ്ങനെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അവിടെ ഏറ്റവും ഏറെ സന്തോഷിക്കുന്ന ആൾക്കാർ ആരേക്കാറുണ്ട്. പെണ്ണും ചക്കരൊന്നുമല്ല, ഓരോരുത്തര് ആകപ്പാടലും ഉത്കണ്ഠി ആകാംക്ഷ കേൾക്കാറുണ്ട്. ഏറ്റവും ഏറെ സന്തോഷം നമ്മൾ കാണുക മാതാപിതാക്കളുടെ മുഖത്തേക്കാണ്. സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്ന ബാപ്പാന്റെ ഉമ്മാന്റെ, സ്വന്തം മകന്റെ കല്യാണം നടത്തുന്ന ബാപ്പാന്റെ ഉമ്മാന്റെ മുഖണ്ടല്ലോ, നല്ല 14 രാവ് പോലെ സന്തോഷം, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സന്തോഷം. കൈ കൊടുത്ത് സലാം പറയുമ്പോഴൊക്കെ എന്താ ഒരു സന്തോഷം, ഓരോ ഇരിക്കട്ടോ ഇപ്പൊ ആവുണ്ടോ, നല്ല നല്ല സ്വീകരണക്കാരൻ. പക്ഷെ ഇപ്പോ ഒട്ടുമിക്ക കല്യാണങ്ങളിലും ചെല്ലുമ്പോ സ്വീകരണം ഒരു തണുപ്പന, സലാം പറഞ്ഞ അസ്സലാം വലൈക്കും, വലൈക്കും സലാം, ഇരിക്കട്ടോ, ഒക്കെ ഇപ്പൊ ശരിയാവട്ടോ, ഒരു അയഞ്ഞ വർത്താനം, ഒരു മുഖത്തൊന്നും ഒരു സന്തോഷമല്ല. പിന്നെ എന്താ കാരണം അറിയോ? നടക്കുന്ന കല്യാണങ്ങളിൽ ഒട്ടുമിക്ക കല്യാണങ്ങളും മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട കല്യാണങ്ങളല്ല. ഇവൻ ഓളെ ഇഷ്ടമായി, 7ാം ക്ലാസ് മുതൽ ഇഷ്ടമായതാണ്, ഓക്ക് ഇവൻ ഇഷ്ടമായി, 6ാം ക്ലാസ് മുതൽ ഇഷ്ടമായതാണ്. അതുകൊണ്ട് ഓൻ വേറെ കെട്ടൂല, ഓള് വേറെ തന്നെ പോകൂല. കെട്ടിക്കുകയാണെങ്കിൽ ഓളെ കെട്ടിച്ചെന്നോളി, കെട്ടുകയാണെങ്കിൽ ഓനെ കെട്ടിച്ചെന്നോളി, ഇല്ലെങ്കിൽ കല്യാണം വേണ്ട, ഞങ്ങൾ കെട്ടിത്തൂക്കി ചത്തോളാം. ആൺകുട്ടികളാണെങ്കിൽ അവർ നാട് വിടുന്ന് ഭീഷണിപ്പെടുത്തും, പെൺകുട്ടിയാണെങ്കിൽ ആത്മഹത്യ ചെയ്ത് ഭീഷണിപ്പെടുത്തും. അവസാനം ബാപ്പിയും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിച്ചത് ഞാൻ നടക്കട്ടെ അറിഞ്ഞാൽ അവസാനം ഒരു നടത്തലങ്ങട്ട് നടത്തും. ആ നടത്തലടുപ്പ കാണേ നിക്കാഹ് നടത്താൻ വേണ്ടി വരന്റെ കൈ പിടിച്ച് ബാപ്പാന്റെ കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഒരു കാന്തശക്തിയാണ് അടുക്കൂല, ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ നമ്മളങ്ങോട്ട് പിടിച്ചാൽ പിടിച്ചാൽ പറഞ്ഞിട്ട് അത് പിടിപ്പിച്ചു കാണാൻ നടത്തും. ഇക്കാര്യങ്ങള് മനസ്സുകൊണ്ട് ഇഷ്ടമല്ല. 10-20 കൊല്ലം പൊന്നുപോലെ കാവലിൽ നിന്ന് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട മകൾ തനിക്ക് ഇഷ്ടമില്ലാത്ത, തന്നോടൊന്നും ചോദിക്കുക പോലും ചെയ്യാത്ത ഏതോ ഒരുത്തന്റെ പിന്നാലെ എനിക്ക് അവൻ മതി, മാതാപിതാക്കളെക്കാൾ മേലെ എനിക്ക് അവനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ബാപ്പാന്റെ ഉമ്മാന്റെ സങ്കടത്തിന്റെ കഥകളാണ് ഒട്ടുമിക്ക കല്യാണ വീടുകളിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഞാൻ പറഞ്ഞത് കോവിഡ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടം സാമ്പത്തിക രംഗത്തല്ല, ആരോഗ്യ രംഗത്തല്ല, മനുഷ്യന്റെ ചിന്തകളിലും അവന്റെ വിചാരങ്ങളിലും അവന്റെ മസ്തിഷ്കത്തിലുമാണ് എന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താണ് കാരണം അതുകൂടി പറയണത്. എന്താ അത് കോവിഡ് കൊണ്ട് എങ്ങനെയാണ് 2 കൊല്ലം കൊണ്ട് ലോകത്ത് ഇത്രമാത്രം ചിന്താരംഗത്ത് ഇത്ര വലിയ മാറ്റം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ, സലുല്ലാഹ ഇൽമൻ നാഫിഅ വതഅവദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ. 2 കാര്യം റസൂൽ പറഞ്ഞു. ഒന്ന്, സലുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. അല്ലാഹുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ് നമുക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിആയ ഇൽമ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേന്ന് നമ്മൾ നിരന്തരമായി റബ്ബിനോട് തേടാറുണ്ട്. പക്ഷെ അത് റസൂലുള്ളാഹിന്റെ കൽപ്പനയുടെ പകുതിയാണ്. ആ കൽപ്പനയുടെ ഒരു പകുതി കൂടി ഉണ്ട്, അത് നമ്മൾ പരിഗണിച്ചില്ല, നമ്മളത് കണ്ടില്ല, കേട്ടില്ല, ജീവിതത്തിൽ പാലിച്ചതേ ഇല്ല. എന്താണത്? നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. എന്താ അഭയം തേടുക പറഞ്ഞാല്? അല്ലാഹുവേ കാത്തോളണേ, അല്ലാഹുവേ എന്നെ രക്ഷിക്കണേ. നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടണം. എന്തിൽ നിന്ന് അഭയം തേടേണ്ടത്? മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരം ചെയ്യാത്ത ഇൽമ്. ഇൽമ് 2 വിധമുണ്ട്. ഒന്ന് ഉപകാരപ്പെടുന്ന ഇൽമ്, മറ്റൊന്ന് ഉപകാരം ചെയ്യാത്ത ഇൽമ് അഥവാ ഉപദ്രവകരമാകുന്ന ഇൽമ്. അല്ലാഹുവേ ഉപകാരം ചെയ്യുന്ന ഇൽമ് എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരികയും ഉപകാരം ചെയ്യാത്ത ഇൽമ് എന്റെ തലയിൽ കേറുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ. അപ്പൊ സ്വാഭാവികമായി സംശയം, അതേതാ ഉപകാരപ്പെടുന്ന ഇൽമ്, ഏതാ ഉപകാരപ്പെടാത്ത ഇൽമ്? അറബി കോളേജിൽ നിന്നും പള്ളി ദിവസത്തും മദ്രസയിൽ നിന്നൊക്കെ കിട്ടിയ ഇൽമ് ഉപകാരപ്പെടുന്ന ഇൽമ്, ആർട്സ് കോളേജിൽ നിന്ന് കിട്ടിയ ഇൽമ് ഉപകാരപ്പെടാത്ത ഇൽമ്. അങ്ങനെയല്ല, ഏതാ ഉപകാരപ്പെടുന്ന ഇൽമ്? ഈ ലോകത്ത് ഒരു മുസ്ലിമായി ജീവിക്കാൻ, അല്ലാഹുവിന്
ഇഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിനാവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്ന, ഹലാലായ ഉപജീവന മാർഗം തരുന്ന ഏത് ഇൽമും അത് ഉപകാരപ്പെടുന്ന ഇൽമാണ്. അത് ഇറച്ചിപ്പണിയാവാം, അത് പൊറാട്ട പണിയാവാം, അത് ഏത് പണിയാവാം. അതുകൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് അള്ളാനെ ഓർത്ത് സാലിഹായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള അറിവ് അത് ഉപകാരപ്പെടുന്ന അറിവാണ്. ഉപകാരപ്പെടാത്ത അറിവല്ല, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ തടയുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഇല്ലാതാക്കുന്ന, ദുന്യാവിന്റെ സുഖങ്ങൾക്ക് പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്ന ആ ഇൽമുണ്ടല്ലോ, ഹറാമായ ജീവിതത്തിന്റെ വാതിലുകൾ തുറന്നിടുന്ന ഇൽമ്, ആ ഇൽമാണ് ഉപകാരപ്പെടാത്ത ഇൽമ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഹദീസുകളിൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അർബഇ. അല്ലാഹുവേ 4 വലിയ ദുരന്തങ്ങളിൽ നിന്ന് നാഥ എന്നെ നീ കാത്തോളണേ. 4 വലിയ അപകടങ്ങളുണ്ട്, ആ അപകടങ്ങളിൽ നിന്ന് റബ്ബേ എന്നെ നീ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ 4ൽ ഒന്നാമത്തേതായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും പടച്ച റബ്ബിനോട് തേടിയത്, അല്ലാഹുവേ ഉപകാരപ്രദമല്ലാത്ത അറിവിൽ നിന്ന് എന്നെ നീ കാത്തോളണേ. ഉപകാരപ്രദമല്ലാത്ത അറിവ് ഒരു മനുഷ്യന്റെ തലയിലേക്ക് കയറിയാൽ അതാ മനുഷ്യനെ കൊണ്ടുപോകുന്നത് വല്ലാത്ത ഒരു അപകടത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും. ഈ കോവിഡ് കാലം അതിന് മികച്ച ഉദാഹരണമാണ്. അതായത് ഉപകാരപ്രദമായ അറിവിന്റെ വാതിലുകളൊക്കെ അടഞ്ഞു. പള്ളി അടഞ്ഞു, പള്ളിക്കൂടം അടഞ്ഞു, ഉപദേശങ്ങളില്ല, പ്രഭാഷണങ്ങളില്ല, ക്ലാസുകളില്ല, ദർസുകളില്ല, നല്ല നല്ല ഒരു മാതാപിതാക്കളുടെ ഉപദേശം പോലും കുട്ടിയൊക്കെ കിട്ടുന്നില്ല. കോവിഡ് കാലത്ത് നന്മയുടെ വാതിലുകളൊക്കെ അടഞ്ഞു. നമ്മുടെ വീട്ടിലെ 15ഓ 10ഓ ഒക്കെ വയസ്സുള്ള കുട്ടികൾ 10 മിനിറ്റ് ഒരു മൊബൈൽ ഫോണുമായിട്ട് നടക്കുന്നത് കണ്ടാല് ആ കുട്ടിന്റെ ഉമ്മ ഇടപെടും. എന്താടാ കുറെ നേരമല്ലോ നീ മൊബൈലായിട്ട് നടക്കുന്നത്, എന്താ എനിക്ക് മൊബൈൽ പണി, ആ ഫോണിനെ കൊണ്ടുപോയി വെച്ച എന്ന് 10 മിനിറ്റ് നേരം മൊബൈൽ കൈപിടിച്ചാൽ സ്വന്തം മക്കളെ ഗുണദോഷിക്കുമായിരുന്ന ഉമ്മമാര് ജീവിച്ചിരിക്കുന്ന ഇന്ന് 24 മണിക്കൂറും നമ്മുടെ മക്കള് മൊബൈൽ ഫോണുമായി നടന്നിട്ട് അതവിടെ കൊണ്ടുപോയി വെക്ക്, അതെടുക്കണ്ട എന്ന് പറയാനുള്ള സാഹചര്യം നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും നഷ്ടമായി ഇല്ലേ? ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ, ചുങ്കത്ര നജാത്തുലനാം അറബി കോളേജില്, ഞങ്ങളുടെ ക്യാമ്പസിലേക്ക് മൊബൈൽ ഫോൺ അടുപ്പിക്കാനേ പാടില്ല. വെറുതെ ഓഫാക്കിയിട്ടോ സിമ്മില്ലാതെയോ കേടുവന്ന ഫോൺ പോലും കൊണ്ടുവരാൻ പാടില്ല. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുത്താൽ അത് തിരിച്ചു കൊടുക്കൂല. അത് ഞങ്ങൾ വിറ്റിട്ട് അതിന്റെ പണം യതീംഖാനയിലേക്ക് എടുത്തിട്ട് റെസീപ്റ്റ് കൊടുക്കുമെന്ന് ഒരു കടലാസിൽ എഴുതി അത് സമ്മതമാണ് എന്ന് രക്ഷിതാവും കുട്ടിയും ഒപ്പുവെച്ചാൽ മാത്രമേ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളൂ എന്ന് 2019 അധ്യയന വർഷം വരെ. ഇപ്പോഴോ ഇപ്പൊ എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈലാണ്. മൊബൈൽ ഇല്ലാത്ത കുട്ടികളുടെ രക്ഷിതാക്കളോട് നമ്മൾ വിളിച്ചു പറയാണ്, നിങ്ങളെ മോൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കണം കേട്ടോ. ഇനി ഒരു രക്ഷിതാവ് പറയാണ്, എനിക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ മൗലവി പൈസ ഇല്ല എന്ന് പറഞ്ഞാല് നമ്മളെ കമ്മിറ്റിയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കും. കാലം വരുത്തിയ മാറ്റം. അതായത് നമ്മുടെ ഈ ഉപകാരപ്രദമായ അറിവിന്റെ വാതിലുകൾ മുഴുവനും അടഞ്ഞു. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ, ഒരു നന്മ ഉണർത്തി കൊടുക്കാൻ, നല്ലതെന്താണ്, പള്ളികളിൽ ആളില്ല, കുത്തുബയില്ല, ദർസില്ല, ക്ലാസില്ല, ഒന്നുമില്ല, എല്ലാം നിലച്ചു. എന്നാൽ മറുഭാഗത്ത് ഉപദ്രവകരമായ അറിവിന്റെ ആയിരക്കണക്കിന് വാതിലുകളാണ് നമ്മുടെ മക്കളുടെ, നമ്മുടെ യുവത്വത്തിന്റെ, കൗമാരത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് മലർക്ക തുറന്നിട്ടത്. എന്റെ വീട്ടില് ഇന്റർനെറ്റ് കിട്ടിയിരുന്നത് എന്റെ വീടിന്റെ പുറത്തുള്ള ഒരു തിണ്ണയുടെ ഒരു ഭാഗത്ത് ഇരുന്നാലേ ഇന്റർനെറ്റ് കിട്ടുകയുള്ളൂ കോവിഡിന് മുമ്പ്. അതുകൊണ്ട് ഇന്റർനെറ്റ് കിട്ടേണ്ട സമയത്ത് ഞാനും എന്റെ ഭാര്യ, എന്റെ മക്കളൊക്കെ ആ തിണ്ണന്റെ തലയിൽ വന്നിരിക്കും കുറച്ചു നേരം. അപ്പോ അടുത്ത ആള് വരും. അതായത് വല്ലാത്ത നേരം ആ ഇന്റർനെറ്റിൽ ഇരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ ആവശ്യമായി വന്നപ്പോ ഞാൻ എന്റെ വീട്ടില് വൈഫൈ സംവിധാനം വെക്കേണ്ടി വന്നു. ഇപ്പൊ എന്താണുള്ളത്, എന്റെ വീടിന്റെ കോഴിക്കൂടിന്റെ ഉള്ളിലും ആട്ടുകൂടിന്റെ ഉള്ളിലും അടുക്കളയിലും സ്റ്റോർ റൂമിലും ബെഡ്റൂമിലും എല്ലായിടത്തും യഥേഷ്ടം നെറ്റ് കിട്ടും. എന്റെ മക്കൾ ബെഡ്റൂമിൽ വാതിൽ കുത്തിയിട്ട് അവരുടെ പുതപ്പിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുമ്പോഴും അവർക്ക് നിർബാധം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു, അവരാരോട് സംസാരിക്കുന്നു, അവരാരുമായി
ചോദിക്കാൻ എനിക്ക് കഴിയില്ല, ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടൂല. അവരുടെ പിന്നാലെ പോയി ഓരോ മൊബൈൽ പിടിച്ചു വാങ്ങി അവരെന്തൊക്കെയാ കാണുന്നത് എന്ന് കാണാനോ അത് അന്വേഷിക്കാനോ ഉള്ള സാങ്കേതികമായ അറിവ് എനിക്കില്ല. എനിക്കുണ്ടായാൽ തന്നെ എന്നെ പറ്റിക്കുവാൻ മാത്രമുള്ള ഈ രംഗത്തെ അറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ നമ്മള് മോനെ ഇപ്പൊ ചോറ് കിട്ടുമ്പോളാ ബിസ്ക്കറ്റൊക്കെ തന്നെ വേണം. എനിക്ക് വേണ്ട, കുറച്ച് ഈ ചായ ബിസ്ക്കറ്റ് വന്നാലേ ഒന്നുകിൽ നിങ്ങൾ ചായ ബിസ്ക്കറ്റും അറിയില്ല എന്റെ പ്രസംഗം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കൂല ചായ ബിസ്ക്കറ്റ് കൊണ്ട്. രണ്ടാളും നടക്കൂല. അതുകൊണ്ട് നമുക്ക് ഒന്ന് നടക്കാം. ഞാൻ ഏതായാലും ബന്ധം കയറിയില്ല, എല്ലാം വൈകൂല. അവർ 3/4 മണിക്കൂർ അത് കഴിഞ്ഞ് ചായ ഉണ്ടാവും. ചായന്റെ പേര് പത്ര ശരിയല്ല. ആയിക്കോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. പിന്നെ അപ്പോ ഉപകാരപ്രദമായ അറിവിന്റെ വാതിലുകളൊക്കെ അടയുകയും ഉപദ്രവകരമായ അറിവിന്റെ വാതിലുകളൊക്കെ മലർക്ക തുറക്കുകയും ചെയ്തപ്പോ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോണുകളിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലത്തുള്ള പ്രോഗ്രാമുകളിലൂടെ കനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെ 10ാം ക്ലാസ് മുതൽ മേലേക്കുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഗ്രൂപ്പുകളിൽ കനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചയിലൂടെയാണ് നിരീശ്വര നിർമ്മിത വാദങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ തലയ്ക്കുന്നത്. ഈ ചർച്ചകളൊന്നും നിയന്ത്രിക്കുന്നത് നമ്മളല്ല, നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല, നമ്മൾ കേൾക്കുന്ന ചില MSMന്റെ ചില പ്രവർത്തകരൊക്കെ ഇന്ന് കേൾപ്പിക്കാൻ ഉസ്താദെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഗ്രൂപ്പിലെ ചർച്ചയത്. ഈ ചർച്ച ഉസ്താദ് എന്ന് കേൾപ്പോ കാണി സത്യത്തിൽ ആ ചർച്ച കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ കുട്ടികളുടെ ബുദ്ധിയെ ഇങ്ങനെ സാധാരണ നമ്മുടെ നാട്ടില് ഒരു നിരീശ്വരവാദി അങ്ങാടിയിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തിയാൽ അത് കേൾക്കാൻ നമ്മളെ ഒരൊറ്റ കുട്ടി പോവില്ല, ഒരു കുട്ടി പോവില്ല. എന്നാൽ നമ്മുടെ വീടിന്റെ ഉള്ളിലെ കുട്ടികൾ പോലും അവരുടെ ഉള്ളം കയ്യിലെ മൊബൈൽ ഫോണുകളിൽ ഇയർഫോൺ കുത്തിയിട്ട് ഈ ചർച്ച കേൾക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരിയായിരുന്നു, നബിയുടെ ഭാര്യമാരും മോശമായിരുന്നു, 1.5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച ആളാ മുഹമ്മദ് നബി എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകൾ ഇങ്ങനെ വായിച്ചിട്ട് അവര് ചർച്ചകൾ നടക്കണേ. വെറുതെ പറയല്ല, ഹദീസുകളൊക്കെ നല്ല മഖ്റജെന്ന് ഉച്ചരിച്ചുകൊണ്ടാ അവർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് ഇത് ഓരോ തലയിലേക്ക് കേറല്ലേ. അതിന്റെ മറുപടി എവിടുന്നില്ല, അതിന്റെ മറുപടി ആരും പറയുന്നില്ല, അതിന്റെ മറുപടി ആ കുട്ടികൾ ചോദിക്കുന്നില്ല. എന്റെ ഒരു ഉമ്മ, ഈ കണ്ണൂർ വാർത്തകളൊന്നും ഒരു ഉമ്മ സങ്കടത്തോടെ എന്നെ വിളിച്ചിട്ട് ഉസ്താദേ ഒരു സങ്കടം പറയാണ്ട് കേൾക്കും, ആയിക്കോട്ടെ പറഞ്ഞോളൂ പറഞ്ഞു. ലോകത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യങ്ങൾ അയാളെ സങ്കടം ഒന്ന് കേട്ടു കൊടുക്കുക. അത് മതി. കേൾക്കാൻ ആളില്ല നമ്മുടെ നാട്ടില്. ഒരാൾക്കൊരു സങ്കടമുണ്ട്, അതുകൊണ്ട് നെഞ്ചിങ്ങനെ പൊട്ടി പൊട്ടി നടക്കണ്ടേ. അയാളെ സങ്കടം ഞാൻ സങ്കടം പറയട്ടെ, ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞാല് അത് പറഞ്ഞു തീരുന്നവരെ നമ്മൾ കേട്ടാൽ തന്നെ അയാളുടെ മനസ്സിന്റെ ടെൻഷൻ എത്രമാനം പോലെ പറയുന്നത്. ഈ കാണുന്ന കൗൺസിലിംഗ് സെന്ററുകളൊക്കെ കൂടുപോലെ മുടക്കാതെ കാരണം കൗൺസിലിംഗ് സെന്ററിൽ സർജറി നടക്കണമല്ലോ. നമ്മൾ പോയിട്ട് നമ്മുടെ പ്രശ്നം പറയാണ്, അയാൾ ഇന്ന് കേൾക്കുകയാണ്, സാരെല്ലാം പോയിക്കോളി നേരെയാകുമെന്ന് പറയാണ്. മുമ്പൊക്കെ 2000 റുപ്യ കൊടുത്തുകാണ്ട് നമ്മൾ സന്തോഷത്തോടെ പോരുകയാണ്. അല്ലാതെ എന്താ കൗൺസിലിംഗ് സെന്റർ നടക്കണേ? അതൊന്നും നടക്കുന്നില്ല. അപ്പോ അതുപോലെ തന്നെ ഈ കൗൺസിലിംഗ് ഒക്കെ എത്ര നടക്കാൻ കാരണം എന്താ അറിയാം? നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാവര ആരോടാ പറയാ? പെണ്ണുങ്ങളോട് പറഞ്ഞാൽ ഊപ്പർ റെഡിയല്ല, ഭർത്താവിനോട് പറഞ്ഞാൽ മൂപ്പർ റെഡിയല്ല, കുടുംബക്കാർ റെഡിയല്ല, പള്ളി ഭാഗവാഹികൾ റെഡിയല്ല, പിന്നെ ആരോടൊക്കെ പറയാ? പൊട്ടിത്തെറിച്ചൂലേ? അപ്പൊ ഈ ഉമ്മ എന്നോട് ചോദിച്ചു, ഉസ്താദ് വലിയൊരു സങ്കടമുണ്ട്, ഉസ്താദിന് സമയമുണ്ടോ? ഞാൻ പറയട്ടെ, ഞാൻ ഒരു ഉമ്മയല്ലേ, ഞാൻ പറഞ്ഞോളൂ. 22 വയസ്സുള്ള മകള്, കല്യാണം കഴിഞ്ഞ മോളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് നല്ല ദീനിയായ കുട്ടിയായിരുന്നു, പർദ്ദ ധരിക്കാതെ പുറത്തിറങ്ങൂല, ഒരൊറ്റ നിസ്കാരം കുട്ടിക്കും നഷ്ടപ്പെടൂല, അങ്ങനത്തെ കുട്ടിയായി. ഇപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ആ ഉമ്മ എനിക്ക് അയച്ചു തന്നു. അത് അപ്പൊ തന്നെ എന്റെ ഫോണിൽ നിന്ന് പോവുകയും ചെയ്തു. ഒന്ന് ഓപ്പൺ ആക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്റെ നിറകൾ അത്രയും മോശപ്പെട്ട ഒരു ചിത്രമായിട്ട് പാട്ടുപാടി നിൽക്കുന്ന ഒരു വെസ്റ്റേൺ ഏതോ ഒരു നാട്ടിലെ പെൺകുട്ടിയെ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കുട്ടി നിൽക്കുക. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞത്, പർദ്ദ ധരിക്കാതെ സ്കൂളിലോ മദ്രസയിലോ കോളേജിലോ പോകാത്ത എന്റെ മകള്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം പറയും. ആ ഉമ്മ പറഞ്ഞു, കോവിഡ് കാലത്ത് എന്റെ മകള് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ നിന്ന് കൊറിയൻ ഭാഷ പഠിക്കാൻ ശ്രമിച്ചു. കൊറിയൻ ഭാഷ പഠിക്കാൻ ശ്രമിച്ചപ്പോ അവൾ പഠനത്തിൽ മികവ് കാട്ടിയപ്പോ അവർ ഇവളെ പ്രത്യേകമായിട്ട് പരിഗണിച്ചു.
പിന്നെ അവൾ കൊറിയയുടെ ചില പ്രത്യേക സംസ്കാരങ്ങളുമായി ഭയങ്കരമായി ബന്ധപ്പെട്ടു. കൊറിയയിലെ പാട്ടുകൾ, മിക്ക പാട്ടുകളും ഇവിടുന്ന് പാടിയിട്ട് അവരവിടുന്ന് എഡിറ്റ് ചെയ്ത് അതിന്റെ വ്യക്തമായ വീഡിയോകൾ വന്നു. ഇപ്പോൾ അവർ കൊറിയയെയും കൊറിയൻ സംസ്കാരത്തെയും കൊറിയൻ കലകളെയും ഇവൾ വല്ലാതെ പ്രണയിക്കുന്നു. ആ പ്രണയം അവളുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിനെ തൂത്തെറിഞ്ഞിരിക്കുന്നു. ഇനി അവളുടെ മനസ്സിൽ ആ കൊറിയൻ പ്രണയം മാറ്റിവെച്ചിട്ട് ഈ ഖുർആനും ഹദീസും എങ്ങനെ ഇറക്കി വെക്കുമെന്നാണ് ആ ഉമ്മയുടെ സങ്കടകരമായ ചോദ്യം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ മോളെ ഫോണെന്ന് തരി, ഞാൻ വിളിച്ചോക്കട്ടെ. ഞാൻ ഫോൺ വിളിച്ചു. ഞാൻ അലിഷാക്കർ മുണ്ടേരിയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അവൾ ഫോൺ കിട്ടാക്കി. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പോ ഈ കോവിഡ് കാലത്ത് നമ്മുടെ സമൂഹത്തിലെ ഈ ചെറിയ തലമുറയുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ ദുരന്തങ്ങളുടെ ആഴം എന്താണ് എന്നറിയാൻ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്തിരി കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. അത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ബോംബിട്ടമാർക്ക് 1-2 ദിവസം കൊണ്ട് അനന്തരഫലങ്ങൾ തീരാതെ അതങ്ങനെ നീടി ഒരുപാട് കാലം കൊണ്ട് തീരുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞ മാസത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, കോവിഡ് മനുഷ്യനുണ്ടാക്കിയ ഈ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, അത് തരണം ചെയ്യാൻ വർഷങ്ങളെടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറക്ക് കോവിഡിന്റെ പ്രതിസന്ധിയെ പരിപൂർണമായി തരണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും. നമുക്കൊക്കെ കോവിഡിന് മുമ്പുള്ള ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരുപക്ഷെ നമ്മുടെ ആയുഷ്കാലം മതിയാവുകയില്ല. അത്ര വലിയ മാറ്റമാണ് കോവിഡ് ഇപ്പൊ മാറിയോ? ഇല്ലല്ലോ. കോവിഡ് രൂപാന്തരം പ്രാപിച്ചിങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിന് ഇപ്പോഴൊന്നും മാറിപ്പോകില്ല, കാലങ്ങളെടുക്കും. പക്ഷേ രോഗം എന്നുള്ള നിലക്ക് ശരീരത്തിന്റെ കോവിഡ് ബാധിക്കുന്ന ആ അവസ്ഥയെ പ്രതിരോധിക്കാൻ നമ്മളൊക്കെ 2 വാക്സിൻ എടുത്തിട്ടുണ്ട്. 2 വാക്സിൻ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ മാനസികമായ ചിന്തകളെ കോവിഡ് ബാധിച്ചതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ഒരു വാക്സിനേഷനും നടന്നിട്ടില്ല. അതുകൊണ്ട് ചിന്തകളെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകളെ ഭയങ്കരമായ രൂപത്തിൽ കോവിഡ് ബാധിച്ചു. ബന്ധങ്ങളിൽ തകർച്ചയുണ്ടായി. പിന്നെ മയക്കുമരുന്നും മദ്യവും സാർവത്രികമായി, വ്യഭിചാരം സാർവത്രികമായി. പുതിയ തലമുറക്ക് വ്യഭിചാരം ഒരു പാപമാണ് എന്ന് പോലും തോന്നാത്ത പുതിയ ഒരു തലമുറ നാട്ടിൽ വളർന്നു വരുന്ന സങ്കടകരമായ അവസ്ഥ ഉണ്ടായി. ഇതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇടങ്ങേറായിട്ടുള്ള കാര്യം. അതിന് പരിഹാരം വേണ്ടേ? പരിഹാരം വേണം. ആ പരിഹാരത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അപ്പോ നമ്മുടെ ഈ ഒരു അപകടകരമായ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച മാർഗമുണ്ടല്ലോ. ഉപകാരപ്രദമായ അറിവിന്റെ വാതിലുകൾ നമ്മുടെ തലമുറയുടെ തലയിലേക്ക്, മനസ്സിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കണം. ഉപകാരപ്രദമല്ലാത്ത അറിവിന്റെ വാതിലുകൾ ഉണ്ടല്ലോ, അത് ബലം പ്രയോഗിച്ചാണെങ്കിലും അടക്കണം. അരുത് എന്ന് പറയേണ്ടിടത്ത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ നഹല വാലിദുൻ ലിവലദി, ഏതൊരു മാതാപിതാക്കളാവട്ടെ തന്റെ മക്കൾക്ക് ആ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അദബുൻ ഹസൻ. നല്ല മര്യാദകൾ, നല്ല പാഠങ്ങൾ, നല്ല അറിവുകൾ, നല്ല ശീലങ്ങൾ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാതാപിതാക്കൾക്ക് തന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്റെ പ്രിയപ്പെട്ടവരെ, നാട് മുഴുവനും നന്നാക്കാൻ നമുക്കാവുകയില്ല, രാജ്യം മുഴുവനും നന്നാക്കാനും ആവൂല, ജില്ലയോ പഞ്ചായത്തോ വാർഡോ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ നമ്മുടെ കുടുംബം, നമ്മുടെ വയർപ്പ്, നമ്മുടെ ചോര നീരാക്കി നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വളർത്തുന്ന നമ്മുടെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തെ നന്നാക്കേണ്ട ബാധ്യത, അവരെ നരകത്തിന്റെ തീജ്വാലകൾക്ക് എറിഞ്ഞു കൊടുക്കാതെ നമ്മുടെ ജീവനോട് ചേർത്ത് പിടിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, മറക്കണ്ട. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ, നമ്മുടെ അധ്വാനം കൊണ്ട് വിശപ്പകറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പറയണം, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും ഞാൻ നരകത്തിന്റെ തീജ്വാലകൾക്ക് എറിഞ്ഞു കൊടുക്കുകയില്ല. ഈ കോവിഡാനന്തര കാലത്ത് നമ്മുടെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും കാര്യത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ, പ്രത്യേകമായ ഒരു പരിഗണന
പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടതുണ്ട്. കാരണം കോവിഡ് കാലത്ത് എതറിയിട്ട കുറെ ഇരകളുണ്ട് നമ്മുടെയൊക്കെ നാട്ടില്. ഈ മീൻ പിടിക്കാൻ ഒരു തന്ത്രമുണ്ട്. നല്ല ഗന്ധമുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പുഴയിൽ പല സ്ഥലത്ത് ഇങ്ങനെ വെതറിപ്പോകും. അല്ല, അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ആ സാധനങ്ങൾ പുഴയിൽ പല ഭാഗത്ത് വെതറിപ്പോകും. അങ്ങനെ വെതറിപ്പോയത് എന്താ സംഭവിച്ചാല് അത് എറിഞ്ഞെടുത്ത് ദൂരെ നിന്ന് പോലും മത്സ്യങ്ങൾ ഇങ്ങനെ തിന്നാൻ വേണ്ടി. എന്നിട്ട് കുറെ കഴിയുമ്പോ നമ്മൾ ഈ പടക്കം പോലെ ഒരു സാധനം അത് കത്തിച്ച് ആ ഭാഗത്ത് വെള്ളത്തിലേക്ക് ഇടും. അത് വെള്ളത്തിലേക്ക് ഇടുമ്പോ അവിടെ എമ്പാടും മത്സ്യങ്ങൾ ചത്തുപൊന്തും. അങ്ങനെ ആ മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ ഈ കോവിഡ് കാലത്ത് നമ്മുടെ യുവത്വത്തിന്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങളിൽ വിഷം വെതറിപ്പോയിട്ടുണ്ട്. ആ വെതറിയ വിഷങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അപകടകരമായിരിക്കും. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ ധാർമ്മികമായ പാഠങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നടപ്പാക്കണം. നിർബന്ധിക്കേണ്ടിടത്ത് നിർബന്ധിക്കണം. മക്കൾ ചോദിക്കുന്നത് എന്തും അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കലല്ല, അതിനുവേണ്ടി അവരുടെ കൂടെ നിൽക്കലല്ല. സ്നേഹം എന്ന് പറയുന്നത് ആ മക്കൾക്ക് എന്താണോ വേണ്ടത്, എന്താണോ അവർക്ക് ഹൈറായത്, ആ ഹൈറ് അവർക്ക് വകവെച്ചു കൊടുക്കലാണ് അവരോടുള്ള സ്നേഹമെന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മക്കള് വഴിമാറി പോകാനുള്ള ഒരു കാരണം ബാപ്പയും ഉമ്മയും തമ്മിലുള്ള അസ്വാരസ്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വന്നു ചേർന്ന ഒട്ടുമിക്ക മക്കളും ഈ ഒരു അസ്വാരസ്യത്തിന്റെ ഇരകളാണ്. ബാപ്പ ഒരു കാര്യം പറയുന്നത് ഉമ്മക്ക് ഇഷ്ടല്ല. ബാപ്പ പറയുന്നത് മക്കളുടെ തെറ്റാണെങ്കിൽ പോലും ആ തെറ്റിന് സൈഡ് നിന്നുകൊണ്ട് ആ ഉമ്മ ബാപ്പയോടുള്ള പകരം വിട്ടും. മകൾ ഒരുത്തനെ പ്രണയിക്കുന്നുണ്ട്. ബാപ്പ പറഞ്ഞു കൊല്ലും പറഞ്ഞു. പക്ഷെ ഉമ്മ ആ ചെക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ധൈര്യമായിട്ട് നിന്നോ, മോളെ ഇറക്കേണ്ട തരും പറഞ്ഞു. ബാപ്പ അങ്ങാടിയിൽ ഇങ്ങനെ കസറാണ്, കൊല്ലും ഞാൻ ഓനെ. പക്ഷെ ഉമ്മ ഫോൺ ചെയ്ത് പറയും ധൈര്യമായിട്ട് എന്റെ ബാപ്പി ഇമ്മീൻ തെറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ബാപ്പാനെ ഒരു പാഠം പഠിപ്പിക്കൽ ഉമ്മാന്റെ ഡ്യൂട്ടിയാ. അതുകൊണ്ട് ഉമ്മ ബാപ്പ എന്ത് പറഞ്ഞോ അതിന്റെ എതിരേക്കാണ് ഉമ്മ. ബാപ്പ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മ സ്നേഹിച്ചോ എന്ന് പറയും. ബാപ്പ സ്നേഹിച്ചോ എന്ന് പറഞ്ഞാൽ ഉമ്മ സ്നേഹിക്കണ്ടാണ്. ഈ മാതാപിതാക്കൾ തമ്മിലുള്ള ഈ അസ്വാരസ്യമുണ്ടല്ലോ, അത് കുടുംബത്തിലുണ്ടാക്കുന്ന ചിത്രത വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരാമുഖം എന്നുള്ള നിലക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പിൽ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുത്തത് എന്നതിന് ഒരാമുഖം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ വിഷയം ഒരു മുസ്ലിമിന്റെ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ആദർശ ബന്ധത്തിന്റെ അനിവാര്യതയെ കുറിച്ചുമാണ് ഒരു കുറച്ചു സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യൻ, ഞാൻ പ്രസംഗം നിർത്തിട്ടോ, ഇനി കുറച്ച് കാര്യങ്ങൾ പറയണേ. മനുഷ്യൻ കുടുംബമായി ജീവിക്കണമെന്നത് മനുഷ്യന്മാർ നിശ്ചയിച്ച ഒരു ഏർപ്പാടല്ല. അതാദ്യം മനസ്സിലാക്കണം. മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സംവിധാനമല്ല. പിന്നെ ആരാണ്? മനുഷ്യൻ ഓക്സിജനാണ് ശ്വസിക്കേണ്ടത് എന്ന് തീരുമാനിച്ച പടച്ച റബ്ബ്. ആ റബ്ബ് തീരുമാനിച്ചതാണ് മനുഷ്യൻ കുടുംബമായിട്ടാണ് ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിന്റെ ചുരുക്കം ഞാൻ പറയാം. അല്ലാഹു തആല മനുഷ്യന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. മനുഷ്യൻ വന്നിട്ടില്ല, മനുഷ്യൻ കണ്ട് എത്തിയിട്ടില്ല, ആദം നബി വന്നിട്ടില്ല. അതിനു മുമ്പ് മനുഷ്യന് എന്തൊക്കെ സൗകര്യങ്ങളാണോ ഈ ഭൂമിയിൽ വേണ്ടത് അതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചു. അവിടെ എല്ലാ വസ്തുക്കളും നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ എല്ലാ സംഗതികളും അല്ലാഹു സൃഷ്ടിച്ചു. ആ കൂട്ടത്തിൽ അല്ലാഹു കുടുംബ ബന്ധം എന്ന ഒരു സംവിധാനവും സൃഷ്ടിച്ചു വെച്ചു. കുടുംബ ബന്ധം. അങ്ങനെ കുടുംബ ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ, എല്ലാം കഴിഞ്ഞപ്പോ കുടുംബ ബന്ധം അല്ലാഹുവിനോട് ചോദിക്കുക. കുടുംബ ബന്ധം ചോദിക്കുക. അതെങ്ങനെ? കുടുംബ ബന്ധം ഒരു സാധനമാണോ? അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. റസൂലുള്ള പറഞ്ഞതാണ്. അത് അല്ലാഹുവിന്റെ മുമ്പിലെ കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുക. ആ കുടുംബ ബന്ധം അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവേ, നീ മറ്റൊരു ജീവികൾക്കും ഇല്ലാത്ത വിധം മനുഷ്യർ കുടുംബമായി ജീവിക്കണമെന്നും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും അവരോട് കൽപ്പിക്കുന്നുണ്ടല്ലോ.
അല്ലാഹുവേ, മനുഷ്യൻ ഈ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുമോ? അഥവാ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കത്തക്ക വിധം അതിന് അവരെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം അല്ലാഹുവേ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? മനുഷ്യൻ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുത്ത മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ട എല്ലാവരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കേൾക്കേണ്ട മറുപടിയാണ് കേട്ടോ. അല്ലാഹു തആല കുടുംബ ബന്ധത്തോട് പറഞ്ഞു, നഅം നഅം, മനുഷ്യൻ കുടുംബ ബന്ധം നിർബന്ധമായും ചേർത്തേണ്ട രൂപത്തിലുള്ള ഒരു സംവിധാനം ഞാൻ അവർക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണത്? അമാ തർളൈന അമാ തർളൈന അൻ അസ്ലു മൻ വസലകി വഅഖ്തഉ മൻ ഖതഅകി. ആരാണോ കുടുംബ ബന്ധം ചേർക്കുന്നത് അവരോട് മാത്രമേ ഞാൻ എന്റെ കാരുണ്യത്തിന്റെ ബന്ധം ചേർക്കുകയുള്ളൂ. ആരാണോ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നത് അവരുമായി ഞാൻ എന്റെ കാരുണ്യത്തിന്റെ ബന്ധം ചേർക്കുകയില്ല. എന്റെ കാരുണ്യം, എന്റെ ദയ, എന്റെ സ്നേഹം അത് കുടുംബ ബന്ധം ചേർത്തവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ആരാണോ ഞാൻ ഏൽപ്പിച്ച കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞത് അവർക്ക് ഞാൻ അത് കൊടുക്കൂല. എനിക്ക് തൃപ്തിയായോ? അപ്പൊ കുടുംബ ബന്ധം പറഞ്ഞു മതി, അത് മതി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഹദീസും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള ഒരു ഹദീസാണ്. എന്താ അറിയോ? കുടുംബ ബന്ധം അല്ലാഹുവിന്റെ അർശുമായി ബന്ധിക്കപ്പെട്ടത്. അർശ് എവിടെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ് അർശ്, അല്ലാഹുവിന്റെ അർശ്. ആ അർശുമായി ബന്ധിക്കപ്പെട്ടതാകുന്നു കുടുംബ ബന്ധം. എന്നിട്ട് ആ കുടുംബ ബന്ധം അർശിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. കുടുംബ ബന്ധം അങ്ങനെ വിളിച്ചു പറയാ. എവിടുന്ന്? അങ്ങാടിന്നല്ല, മാർക്കറ്റിൽ നിന്നല്ല, അർശിന്റെ അടുത്തുനിന്ന്, ഏറ്റവും ഉന്നതമായ സ്ഥലത്തുനിന്ന് ആ കുടുംബ ബന്ധം പറയണേ. എന്താ പറയുന്നത്? മൻ വസലനി വസലഹുല്ലാഹ്. ആരാണോ എന്നെ അഥവാ കുടുംബ ബന്ധത്തെ ചേർത്തു പിടിക്കുന്നത് വസലഹുല്ലാഹ്, അവനെ അല്ലാഹു ചേർത്തു പിടിക്കും. വമൻ ഖതഅനി, ആരാണോ എന്നെ മുറിച്ചു കളഞ്ഞത് ഖതഅഹുല്ലാഹ്, അവനെ അല്ലാഹുവും ആ ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരുനാഥൻ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. നിസ്കാരമുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സകാത്തുണ്ട്, ഹജ്ജുണ്ട്, പൊതുപ്രവർത്തനമുണ്ട്, സാമൂഹ്യ സേവനമുണ്ട്, എല്ലാം 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 ഉണ്ട്. പക്ഷേ കുടുംബങ്ങളിൽ ചിലരുമായി തെറ്റിയിട്ടുണ്ട്, നന്നായിട്ടില്ല മരിക്കുന്നത് വരെ. എങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോ സ്വർഗം തരണേ, സ്വർഗം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരാണോ ഈ കൂട്ടത്തിലുള്ളത് അവർ ഗൗരവത്തോടുകൂടി കാണണം, മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെ നന്നാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനത്തുള്ള സഹാബിയാണ്. അദ്ദേഹം പ്രവാചകന്റെ കാലശേഷം ഇങ്ങനെ ആളുകൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി ദർസ് നടത്താൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ ദർസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആ പള്ളിയിലുള്ള ആൾക്കാരോട് പറയും, ഈ കൂട്ടത്തിൽ കുടുംബത്തിൽ തെറ്റിയ, ബന്ധങ്ങൾ തെറ്റിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് പുറത്തേക്ക് പോകണം. എന്താ പറയാ? കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകണം. എന്റെ കാരണം പറഞ്ഞറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല. എന്താ പറഞ്ഞേ? എന്തിനാ തിരിച്ചു പോകാൻ പറഞ്ഞേ? നമ്മളൊക്കെ ഇരിക്കുന്നത് എന്തിനാ? അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ. എന്നാൽ കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എണീറ്റ് പോകണം. കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത രണ്ട് സ്ഥലങ്ങളിൽ റസൂൽ പറഞ്ഞത് എന്താണ്? ഒന്ന്, നായയെ വളർത്തുന്ന വീട്, അല്ലെ? നായനെ വളർത്തുന്ന കാവലിന് വേണ്ടിയല്ല, ചൊറുക്കിനും ഭംഗിക്കും വേണ്ടി നായനെ വളർത്തുന്ന വീടുണ്ടല്ലോ, അത്ര വലിയ വീടായിക്കോട്ടെ, റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. രണ്ടാമത്തേത്, ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വീട്, മനുഷ്യന്റെ അതേപോലത്തെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ കാണാൻ വെച്ച വീടുണ്ടല്ലോ, ആ വീട്ടിലും അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ആ നായനൊക്കെ വളർത്തുന്ന ആ ഒരു അവസ്ഥയിലാണ് കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവർ ഇരിക്കുന്ന ഒരവസ്ഥയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംസാരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ഉണ്ടല്ലോ, ആ നല്ല കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകൾ സ്വരൂപിച്ച് ഈ ഭൂമിയുടെ തൊട്ടുമേലെയുള്ള ആകാശത്തിൽ സംഭരിച്ചു വെക്കും. എന്നിട്ട് അവിടെ നിന്ന് അത് അള്ളാഹു ഇരിക്കുന്ന ഏഴാം ആകാശത്തേക്ക് അത് കൊണ്ടുപോകുന്നത് എല്ലാ തിങ്കളാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാനുള്ള ഒരു കാരണമാണ് അന്ന് മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളുമായി അള്ളാഹിന്റെ മുമ്പിലെത്തുന്ന. അങ്ങനെ ഈ കർമ്മങ്ങളുമായി മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ അള്ളാഹു തആല ആ മലക്കുകളോട് പറയട്ടെ, ആ അബ്ദുള്ള ഹാജിന്റെയും അബ്ദുറഹ്മാൻ ഹാജിന്റെയും കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പേര് സാങ്കല്പികാണ്, ആരും തല്ല നിൽക്കണ്ട, ഞാൻ പത്ത് രണ്ട് പേര് പറഞ്ഞതാ. ആ രണ്ടാൾക്കാരുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. എന്തേ? ഓരോ നിസ്കരിച്ചപ്പോ ഒതുത്തിട്ടില്ല, ഇനി ഓരോ അഞ്ചു പോയപ്പോ ഇഹ്റാൻ കെട്ടിയിട്ടില്ല, ഇനി അതുകൊണ്ട് ഓരോ കർമ്മങ്ങൾ വേണ്ടാന്നല്ല പറഞ്ഞു. ഇവരെന്തേ പറഞ്ഞ്? അവർ തമ്മിൽ ഞാൻ ഒരു ബന്ധം ഉണ്ടാക്കി കൊടുത്തിരുന്നു, ആ ബന്ധം അവർ കാത്തുസൂക്ഷിച്ചില്ല, മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട. ഇപ്പൊ മനസ്സിലായോ? കുടുംബബന്ധം മുറിച്ച ആള് സ്വർഗത്തിലെത്തൂല എന്ന് പറഞ്ഞതിന്റെ കാരണം മനസ്സിലായോ? അള്ളാഹ് പറയണേ, അവർ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴാണോ പറഞ്ഞ് നന്നായി തൗബ ചെയ്യുന്നത് അന്ന് മാത്രമേ ആ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ എനിക്ക് വേണ്ട. നമുക്കൊക്കെ ഭയങ്കര ഭാഷയാണ്. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്ന KK മുഹമ്മദ് സുല്ലമി പറയാറുണ്ട്, ചില മനുഷ്യന്മാര് കുറുന്തോട്ടി പോലെ. ഇവിടെ കുറുന്തോട്ടി എന്ന് ചെടിക്കോ? കുറുന്തോട്ടിയുടെ പ്രത്യേകത അത് പച്ചയാവുമ്പോ വളരെ ദുർബലേക്കാണ്, ഉണങ്ങുന്തോറും അതിന്റെ ബലം ഇങ്ങനെ കൂടി വരൂലേ, അതേപോലെ ചില മനുഷ്യന്മാര് വയസ്സാകുന്തോറും ഇങ്ങനെ കുറുന്തോട്ടി മരിക്കും. എന്ത് പറഞ്ഞാലും കേൾക്കുക, ഞാനോ ഓനോട് നന്നാവേ, ഞാൻ നന്നാവേ, ആ നന്നാവൂല, എന്റെ മയ്യത്ത് പോലും ഓണം കാണാൻ വരാൻ പാടില്ല, എന്റെ കബറോ കാണാൻ പാടില്ല, എന്റെ വീട്ടിൽ ആരേക്കാന്ന് പറയുന്നത് ജ്യേഷ്ഠനും അഞ്ചനേക്കാരൻ ബാപ്പുണ്ടാക്കി വെച്ച സ്വത്ത്, ആ സ്വത്ത് ഓരി വെക്കുമ്പോ ഹൈവേന്റെ പക്കത്തൊരു സ്ഥലമുണ്ട്, ഇപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന് വേണ്ടിയുള്ള കച്ചറയിൽ രണ്ടാള് തെറ്റി, പിന്നെ മുണ്ടിയിട്ടില്ല. അപ്പൊ നാട്ടുകാര് മസ്ലഹത്ത് കമ്മിറ്റിക്കാര് മദ്യം പറയും, നിങ്ങൾ ഇങ്ങനെ ആവാൻ പറ്റുമോ? നിങ്ങൾ ജ്യേഷ്ഠനും അഞ്ചനല്ലേ, ഒരു ഉമ്മാന്റെ വയറ്റിൽ പിറന്ന മക്കളല്ലേ, നിങ്ങളെ ബാപ്പ എത്ര കഷ്ടപ്പെടുന്നൊക്കെ സ്വത്താണ്, അതിന്റെ പേരിൽ നിങ്ങൾ തെറ്റാൻ പാടുന്നതെന്ന് പറയുമ്പോ ചില ആൾക്കാർ ഉണ്ടാവും, എന്താ ഞാൻ ഓനോട് നന്നാവ്, എന്റെ പട്ടി നന്നാവും ഓനോട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പോക്കം കണ്ടുപോയി. മരിച്ചോളം നന്നാവൂല. എന്നിട്ട് മരിച്ചിട്ട് വെറുങ്ങളിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കങ്ങനെ വിലങ്ങിന് കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ തലക്കുമ്പുറത്തുനിന്ന് മക്കളെ വക ഒരു കുമ്പസാരം. ഞങ്ങളുടെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ അരുതാത്തത് പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് ഞങ്ങളുടെ വാപ്പാക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം, നടക്കും. അത് മൂപ്പരുടെ ജീവിതകാലത്ത് നടക്കേണ്ട സംഭവമാണ്. മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ ഒരു വിള്ളലുണ്ട്, അതുകൊണ്ട് നമുക്ക് നന്നാവണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ പാതി വഴി കിടക്കുകയാണ്, അത് അള്ളാന്റെ അടുത്ത് എത്തിയിട്ടില്ല, അള്ളാഹ് സ്വീകരിക്കൂല, നമുക്ക് സ്വർഗം നിഷിദ്ധമാകും എന്ന ഒരു ബോധം മനസ്സിലുണ്ടായിട്ട് നന്നായിട്ടില്ലെങ്കിൽ ജീവിതം ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലാണ് ഇപ്പൊ പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ്, എനിക്ക് മുസ്ലിമായി ജീവിക്കണം, ഞാൻ എന്താ ചെയ്യണ്ടേ? റസൂൽ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലണം. ചൊല്ലി എന്താ വേണ്ടി? ഇനി നീ 5 നേരം നിസ്കരിക്കണം, പിന്നെന്താ വേണ്ടി? പിന്നെ സക്കാത്ത് കൊടുക്കണം, പിന്നെന്താ വേണ്ടി? കുടുംബ ബന്ധം പാലിക്കണം. നോമ്പൊക്കെ പിന്നെ പറഞ്ഞേ, ഹജ്ജൊക്കെ പിന്നെ പറഞ്ഞേ, നിസ്കാരം സക്കാത്തും പറഞ്ഞത് കുടുംബ ബന്ധം പാലിക്കണം, ഇല്ലെങ്കിൽ സുഹൃത്ത് പോല. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, കുടുംബ ബന്ധം എന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഏർപ്പാടല്ല.
അള്ളാഹു തആല നിശ്ചയിച്ചതാണ്. വെറുതെ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കാനല്ല, നിർബന്ധമായും തെറ്റാതെ ഒട്ടാതെ കൊണ്ടു നടക്കണമെന്ന് റബ്ബ് നിർബന്ധമായും നമ്മളെ ഏൽപ്പിച്ചതാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ വിടും. അള്ളാഹിന്റെ കാരുണ്യം നമ്മൾ കാക്കണ്ട, അള്ളാഹിന്റെ സ്വർഗം നമ്മൾ കാക്കണ്ട. അഥവാ അത് ചേർത്ത് പിടിച്ചാലോ നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കുകയും ആവാം. ഇതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം. രണ്ടാമതായി സൂചിപ്പിക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മൾ പറയും എനിക്ക് കുടുംബബന്ധം ചേർക്കണക്കുണ്ട്, പക്ഷെ ഓരോ സ്വഭാവം ഒരു ജാതി സ്വഭാവമാണ്, അതുകൊണ്ട് എനിക്ക് ഓരുമായിട്ട് അടുക്കാൻ പറ്റൂല. കൂട്ടരെ, ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വ്യത്യസ്തല്ലേ. എല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടതല്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യം ജീവിതത്തിലുണ്ട്. എന്തിനാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കണല്ലോ. ഇതൊക്കെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബത്തിൽ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ അല്ലാഹു തആല നിശ്ചയിച്ചത് എന്തിനാ? എന്നെ പരീക്ഷിക്കാനാണ്. ഞാൻ ഇങ്ങോട്ട് കിട്ടുന്നോട് മാത്രം അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് മോശമുള്ളവരോട് അങ്ങോട്ട് മോശമാവുക, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താ പറഞ്ഞത്? നിങ്ങള് ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസില അല്ലദീ ഇദാ ഖുതിയത് റഹിമഹു വസലഹാ. ശരിക്ക് കേൾക്കണം കേട്ടോ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസി റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ സംഭവം അറിയോ? കേട്ടോളിട്ടോ. നമ്മളൊക്കെ എന്താ പറയുന്നത്? നിങ്ങള് എന്റെ കുടുംബത്തില് ഇങ്ങോട്ട് ബന്ധമുള്ളവരോട് അങ്ങോട്ട് ബന്ധമുണ്ടാവും, ഇങ്ങോട്ടില്ലേ അങ്ങോട്ടില്ല. ചില ആൾക്കാര് ബാപ്പാന്റെ കുടുംബമായിട്ട് നല്ല ലോകിയേക്കാണ്, ഉമ്മാന്റെ കുടുംബം ആരാണെന്ന് അറിയില്ല. ഉമ്മാന്റെ ഇളയമ്മ, അമ്മാന്റെ മൂത്തമ്മ, അമ്മാന്റെ അനുജത്തി, ഇവരത് ആരാണെന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം കേട്ടോ, തന്റെ മാതാവിന്റെ സഹോദരിമാരെ മാതാവിനെ പോലെ പരിഗണിക്കണം എന്നാണ്. അത് കേട്ടിക്കണേ. മാതാവിന്റെ സഹോദരിമാര് ആരാണ്? നമ്മളെ ഇളയമ്മ ഇവിടെ അങ്ങനെ പറയല് അമ്മാന്റെ അഞ്ചത്തി അല്ലെങ്കിൽ ഉമ്മാന്റെ ഏട്ടത്തി. ഈ ഉമ്മാന്റെ അഞ്ചത്തിന് ഏട്ടത്തിന് നമ്മുടെ ഉമ്മാരെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കണം എന്നാണ്. അതുപോലെ സ്നേഹിക്കണം, അതുപോലെ ആദരിക്കണം, അതുപോലെ. നമ്മളൊന്നും പലപ്പോൾ അറിയണല്ല. ഉമ്മാന്റെ ഏട്ടത്തി അവിടെ എവിടെയുണ്ട്, കാസർഗോഡ് അവിടെ എവിടെയാണ്. നമ്മളൊന്നും ഇപ്പൊ പോകലില്ല, കാണലില്ല. എപ്പോഴെങ്കിലൊക്കെ കല്യാണത്തിനൊക്കെ കാണലില്ലേ. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് റസൂൽ പറയണേ ലൈസൽ വാസിലു ബിൽ മുകാഫി. ശരിക്കും കേൾക്കണം. ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് മാത്രം, അങ്ങോട്ടും ബന്ധം ചേർക്കുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. പിന്നെ വലാകിന്നൽ വാസില, കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അല്ലദീ ഇദാ ഖുതിഅത് റഹിമഹു വസലഹാ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചു കളഞ്ഞവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, ഒരു പാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാണ്ടെ എന്തൊക്കെയാ നമ്മുടെ ഡയലോഗിലെ. അതിനാരും കിട്ടും. ഇങ്ങോട്ട് പൈസ തന്നാൽ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് കല്യാണത്തിന് വിളിച്ചാൽ അങ്ങോട്ട് വിളിച്ചും, അതെല്ലാവരും വിളിച്ചൂലേ. അതല്ല കുടുംബബന്ധം ചേർക്കലേ. കുടുംബബന്ധം ചേർക്കൽ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞ ആൾക്കാര് നമ്മളെ കണ്ടാൽ സലാം പറയില്ല, നമ്മളെ പെരേക്ക് വരൂല, ഓരോ വീട്ടിലെ കല്യാണത്തിന് നമ്മളെ ക്ഷണിക്കൂല, നമ്മളെ രോഗിയായാൽ പോലും വരൂല, ഒരു ബന്ധമല്ല. അങ്ങനത്തെ ഒരു എളാപ്പ നമ്മക്കുണ്ട്, അങ്ങനത്തെ ഒരു മൂത്താപ്പുണ്ട്, അങ്ങനത്തെ ഒരു അമ്മോനുണ്ട്, അമ്മായിണ്ട്, എളാമുണ്ട്, മൂത്താമ്മണ്ട്, ആരുണ്ട്. അങ്ങോട്ട് എന്നിട്ട് മൂത്താപ്പ അസ്സലാമു അലൈക്കും, എന്തെങ്കിലും സുഖല്ലേ, ഓടാവുന്ന എന്റെ പറമ്പൊക്കെ അവിടെ എന്റെ കാര്യം മുറിച്ചു, അതൊക്കെ നിങ്ങൾ മുറിച്ചോളി, എന്നാലും അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ. ഇങ്ങോട്ട് ബന്ധം മുറിച്ചു കളഞ്ഞവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കലാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗം വാങ്ങിത്തരുന്ന കുടുംബ ബന്ധം ചേർക്കൽ എന്നാ പറഞ്ഞേ. നമ്മളൊക്കെ കുടുംബക്കാര് നമുക്ക് ഇഷ്ടം. ഇന്നൊക്കെ ഒരു 10-15 വയസ്സായ ശേഷം അള്ളാഹു എന്നോട് പറയണമെന്ന് വിചാരിക്കണം. എന്താണ്? അനക്ക് പ്രായപൂർത്തിയായില്ല, അതുകൊണ്ട് ഈ ഭൂമിയിൽ അനക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എന്റെ കുടുംബക്കാരായിട്ട് തെരഞ്ഞെടുത്തോ. ഒരു വെള്ളക്കാർക്ക് കടലാസ് എഴുതിക്കാണ്ട് പള്ളി കമ്മിറ്റിക്ക് കൊടുത്താൽ മതി, എന്നാ ഓരൊക്കെ എന്റെ കുടുംബക്കാരാവും പറഞ്ഞാല് ഞാനൊക്കെ എന്റെ ഒന്നാമത്തെ അമ്മോനായിട്ട് MA യൂസുഫിന്റെ പേര് എഴുതില്ലേ, അവിടെ നിന്നിട്ട് എല്ലാവരുടെ പേരും ഞാൻ എഴുതില്ലേ. ഓലൊക്കെ എന്റെ കുടുംബക്കാരൊക്കെ നടക്കൂലല്ലോ. ഇന്റെ അമ്മോൻ ആരാവണമെന്നില്ല ഞാനെന്താ തീരുമാനിച്ചു, ഇന്റെ ഇളയമ ആരാവണമെന്നില്ല ഞാനെന്താ തീരുമാനിച്ചു. എന്തിനേറെ എന്റെ വാപ്പി ഇമ്മി ആരാവണമെന്ന് പോലും ഞാൻ തീരുമാനിച്ചു അല്ലല്ലോ. എന്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും എനിക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് എന്റെ ഭാര്യ ആരാവണം എന്നിടത്ത് മാത്രം അല്ലേ. എന്റെ മക്കൾ ആരാവണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടോ? എന്റെ കുട്ടി വെളുത്ത കുട്ടിയാവണമെന്ന് വിചാരിച്ചിട്ട് നല്ല കറുത്ത കുട്ടിയെ കിട്ടിയ ആൾക്കാരല്ലേ. എനിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നല്ല മരമണ്ടന്മാരെ കിട്ടിയ ആൾക്കാരല്ലേ. എനിക്ക് നല്ല 7 അടി വലിപ്പുള്ള കുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് 3.25 അടി വലിപ്പുള്ള കുട്ടിയെ കിട്ടിയ
കിട്ടിയ ആൾക്കാരില്ലേ, എന്താ നമുക്ക് ഒരു റോളുമില്ല, കുറച്ചെങ്കിലും റോളുള്ളത് കല്യാണത്തിന് നമ്മുടെ പെണ്ണ് ആരാവണം തീരുമാനിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു റോളുമില്ല. ബാക്കിയുള്ളതൊക്കെ ഇതാ എന്റെ പെരീക്ക് ഒരാൾ കയറി വന്നപ്പോ ഞാൻ ഓടി വീടിന്റെ ഉള്ളിൽ ഓടി ചെന്നപ്പോ എന്റെ അമ്മ വന്ന് നോക്കി മുറ്റത്തിന്റെ ആരാണ്. അപ്പൊ ഒരാളിങ്ങനെ അമ്മ പറയാണ്, അയാളെ കണ്ടിട്ടാ ഓടിയത്, അതെന്റെ അമ്മോനല്ലേ. അപ്പോഴാ ഞാൻ എന്റെ അമ്മോനല്ല, നല്ല രസമുള്ള എന്റെ അമ്മോനെ കാണാൻ. അപ്പോഴാ ഞാൻ എന്റെ അമ്മോനെ കണ്ടേ. ഞാനിപ്പോഴും കാണാറുണ്ട് അളാപ്പി മൂത്താപ്പി നമ്മളെ പെരിയിലൊക്കെ ഉണ്ടാവും, ഒരു ഗൾഫിലേക്കാറും നമ്മളെ കുട്ടികളോട് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ ആരാണ് നമ്മുടെ ബന്ധുക്കളാവേണ്ടത് എന്നത് നമ്മൾ നിശ്ചയിച്ചതല്ല, അത് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധുക്കളെ വ്യത്യസ്ത സ്വഭാവം, വ്യത്യസ്ത പെരുമാറ്റം, വ്യത്യസ്ത രീതികൾ, ഇതൊക്കെ വ്യത്യസ്തക്കാരും. ചില ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര കാര്യക്കാരും, നമ്മൾ ചെല്ലുമ്പോത്തിന് ഓടി വന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തി എന്താ വേണ്ടത് അതൊക്കെ തരുന്ന ചില കുടുംബക്കാരുണ്ടാവും. എന്നാൽ ചില കുടുംബത്തിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന അടയാളം പോലും ഉണ്ടാവൂല, വെറുതെ അന്നം വിട്ട് ഇങ്ങോട്ടൊക്കെ പോയി ചോറ് തിന്നോന്ന് പോലും ചോദിക്കാത്ത, വെള്ളം കുടിച്ചോന്ന് ചോദിക്കാത്ത കുടുംബക്കാരും ഉണ്ടാവും. രണ്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. എങ്ങനെ നമ്മൾ പെരുമാറുന്നു, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ, അത് നോക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിക്കുന്ന പരീക്ഷണമാണ്. തീർന്നില്ല, ഒരു പ്രശ്നം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് മാറാം. അതായത് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴേ പഠിച്ചോനെ എന്റെ അമലുകളൊക്കെ വെറുതെ പോകണല്ലോ, എന്തിനാണ് വെറുതെ, ബാപ്പാന്റെ കാലത്ത് ഉണ്ടായ തെറ്റാണ്, എന്തിനാണ് ആ തെറ്റ്, ഒന്ന് നന്നായിക്കൂടെ. അങ്ങനെ നന്നാവാൻ നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മൂത്താപ്പാന്റെ പെരീക്ക് ബാപ്പാന്റെ കാരണവരെ വീട്ടിൽ ചെന്നിട്ട് ഗേറ്റിൽ ചെന്ന് മൂത്താപ്പ ആരാ അത് എന്തിനോ അപ്പൊ അങ്ങനെ കയറി ചെല്ലുക. അപ്പൊ നമ്മള് കുറെ കൊല്ലായില്ലേ തെറ്റി നിൽക്കണ്, നമ്മളെ പരലോകമൊക്കെ നഷ്ടം. അതുകൊണ്ട് മുത്താപ്പ നമുക്ക് നന്നായിക്കൂടെ, അസ്സലാമു അലൈക്കും. അപ്പൊ മുത്താപ്പ ഒന്ന് ആയിക്കോട്ടെ മോനെ, ഞാൻ കുറെ കാലായി ഇതൊന്ന് പറയാൻ ആളില്ലായിട്ട് നിൽക്കണം, നമുക്ക് നന്നാവുക എന്ന് പറഞ്ഞ് മൂത്താപ്പി നന്നായാല് രണ്ടാളും അള്ളാന്റെ അടുക്കല് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും വലിയ കൂലിക്ക് അവര് വിധേയരാവുകയും ചെയ്യുന്ന രണ്ടാളും നന്നായി. ഇനി ഒരാള് നന്നാവാൻ വേണ്ടി ചെന്ന് പക്ഷെ മറുതല മോശം ഓടവിടുന്ന് നന്നാകാൻ വന്നിക്കണോ, എന്റെ വളർത്തുക എവിടേക്ക് എത്തിക്കോ, കാലിയാ മുറിക്കും, മൂർഖബാമ്പ് വരയ്ക്ക് വീഴ്ച നിൽക്കുക. എന്നാൽ കേട്ടോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആരാണോ നന്നാവാൻ വിചാരിച്ച് ആദ്യം സലാം പറഞ്ഞു ചെന്നത് അവൻ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടും. ഓന്റെ അമൽ അള്ളാഹ് സ്വീകരിക്കും, ഓൻ അള്ളാഹ് കൂലി കൊടുക്കും, ഓന്റെ പാപം അള്ളാഹ് പുറത്തു കൊടുക്കും. ആരാണോ നന്നാവാൻ തയ്യാറാവാതെ അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു പോയത് അവന് അള്ളാഹു രണ്ടാളുകളുടെ ശിക്ഷ കൊടുക്കും. നമ്മളൊക്കെ കൂട്ടത്തിലുണ്ടാവും വലിയ അഭിമാനികളായ കാരണവന്മാര്, നന്നാവാൻ വേണ്ടി വന്ന കുട്ടികളെ ആട്ടി വിട്ടവരുണ്ടാവും, കെരുതിക്കോളി ഏറ്റവും മാത്രം ഉണ്ടാവും തലയിൽ. രണ്ടാൾക്കുള്ള ശിക്ഷ അള്ളാഹു തആല ഒരു കൊടുക്കുന്ന അത് ഇവന്റെ ശിക്ഷയും കൂടി അങ്ങോട്ട് കൊടുക്കും. നന്നാവാൻ വന്നിട്ട് ആ നന്നാവാൻ വന്നവൻ ആട്ടി വിട്ടാലേ അതിന്റെ പേര് അഹങ്കാരം. ആ അഹങ്കാരത്തിന്റെ ശിക്ഷയും കൂടി അള്ളാഹു അവർക്ക് കൊടുക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണടച്ചിട്ട് വെറുതെ ഒന്ന് ആലോചിക്കുക, എന്റെ കുടുംബത്തില് ആരോടൊക്കെ തെറ്റിയിട്ടുണ്ട്. സലാം പറയാത്ത, പറഞ്ഞാൽ മടക്കാത്ത, മുഖത്തേക്ക് നോക്കാത്ത, കുടുംബകാര്യങ്ങൾ സംസാരിക്കാത്ത, വീടുകളിലേക്ക് കേറ്റാത്ത, കേറാത്ത ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ ഒന്ന് മനസ്സിലോർക്കുക. എന്നിട്ട് അതിന് ഇന്ന് തന്നെ പരിഹാരം കാണുക. കാരണം നന്നാവും മുമ്പേ രണ്ടിലൊരാൾ മരിച്ചുപോയാൽ, നന്നാവും മുമ്പേ രണ്ടിലൊരാൾ മരിച്ചുപോയാൽ രണ്ടാൾക്കും അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടും. ആരാ പറഞ്ഞത്? ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാത്തുക്കണ്ട. നാളെ നേരം വെളുക്കോളം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഗ്യാരണ്ടി നമുക്കില്ല. ജനിക്കുന്നതിന്റെ 9 മാസം മുമ്പേ നമ്മൾ അറിയും ജനിക്കുകയാണ്, മരിക്കുന്നതിന്റെ 9 സെക്കൻഡ് മുമ്പ് പോലും അറിയില്ല നമ്മൾ മരിക്കുകയാണ്. അതുകൊണ്ട് നേരത്തെ മമ്മൂട്ടി മുസ്ലിയാർ പറഞ്ഞതൊക്കെ മനസ്സിലോർത്തിട്ട് നന്നായി കൂടി വേഗം തന്നെ ഇന്നൊരു ഫോൺ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പോലെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നന്നാവണം, തുടങ്ങി വെക്കി. നിങ്ങൾക്ക് ഒറ്റക്ക് ബന്ധപ്പെടാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു 3-ാം കക്ഷിയെ ഏൽപ്പിക്കി, ഒരു മസ്ലഹത്ത് കമ്മിറ്റിനെ, അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു കക്ഷിയെ, നാട്ടിലെ ഒരു പ്രമാണിയെ. ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. മുസ്ലിം സമൂഹത്തോടുള്ള അള്ളാന്റെ കൽപ്പന. മുസ്ലിങ്ങൾക്കിടയിലെ രണ്ടാളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം
പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കൽ മുസ്ലിം സമുദായത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ്. അതിനാരും ഒഴിവല്ല. അവ നമ്മുടെ കുടുംബത്തിൽ രണ്ടാൾ തെറ്റിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തിൽ രണ്ടാൾ തെറ്റിക്കുന്നത് ഒരു മിണ്ടലില്ല നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഒരു ബാധ്യതയാണ് അവരെ നന്നാക്കാൻ ശ്രമിക്കൽ. കളവ് പറയാൻ പാടില്ല. എന്നാല് കുടുംബബന്ധം നന്നാക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ചില കളവൊക്കെ പറയാനാണ്. പെണ്ണുങ്ങളും മാപ്പിളയും തെറ്റിപ്പോയിക്കണമെങ്കിൽ ചിലപ്പോൾ പെണ്ണുങ്ങളോട് പോയി നോക്കി, നിങ്ങളില്ലാത്തതുകൊണ്ട് മൂപ്പർ ഇന്നലെ മുതൽ ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല, പട്ടിണിയാണ്, വളരെ കഷ്ടമാണെന്ന് പോലെ. അപ്പൊ മൂപ്പര് ഉള്ളി ബിരിയാണി നീക്കാൻ, എന്നാലും ഓളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഓളെ മൂപ്പരോടും പറയേണ്ടത്. പിന്നെ ഓളെ ഇറങ്ങിപ്പോയി ദേഷ്യത്തോടെ ആണെങ്കിലും ചെന്നിട്ട് പെരീക്കാൻ ചെന്നത് മുതൽ പെരും കരച്ചിലാണ്. നിങ്ങളൊന്ന് വിളിച്ചായിട്ട് എവിടെ ഓള് ഓത്തിട്ടുണ്ടാവില്ല, എന്നാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കായിട്ട് മുമ്പത്തെ ഒരു പെരും കരച്ചിലാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും കൊട്ടിച്ചാൽ നോക്കുക. കാരണം ബന്ധം മുറിക്കുക എന്നുള്ളത് അത്രയും വലിയ തെറ്റാണ്. അത് ഒന്നിപ്പിക്കുക എന്നുള്ളത് അത്രയും പുണ്യമുള്ള കാര്യമാണ്. ഇനി കേട്ടോളി, ബന്ധങ്ങൾ നന്നാക്കിയാൽ സ്വർഗം കിട്ടുന്നു മാത്രമല്ല, ഈ ദുന്യാവിലും വലിയ 2 കൂലി അള്ളാഹ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ദുന്യാവില്, ഈ ജീവിച്ചിരിക്കുന്ന ദുന്യാവില് നമ്മൾ കുടുംബ ബന്ധം ചേർത്താല് വലിയ 2 പ്രതിഫലം അള്ളാഹു നമുക്ക് ഓഫർ തന്നെ. എന്താ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ ഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വയുൻസൗ ലഹു ഫീ അഥരി. ആരാണോ ഈ ലോകത്ത് തന്റെ ആയുസ് തോനെ കിട്ടണമെന്നും തന്റെ വരുമാനം വിശാലമാകണമെന്നും ആരാണോ ആഗ്രഹിക്കുന്നത്, ഇത് ആഗ്രഹിക്കാത്ത ആരെ കൂട്ടത്തിലുള്ളത്? എനിക്ക് ആയുസ് കൂട്ടി കിട്ടണം, എന്റെ വരുമാനം വിശാലമാവണം, ഇത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും ആഗ്രഹമാണ്. എന്നാൽ അത് രണ്ടും കിട്ടാൻ ഒരു കാര്യം റസൂൽ പറഞ്ഞത്, അവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ. അവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ. അങ്ങനെ ഇപ്പൊ നമുക്കിടയിലെ ഏറ്റവും കൂടുതൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അസൂയൊക്കെ ഉള്ളത് ആര് തമ്മിലാണ്? കുടുംബങ്ങൾ തമ്മിലാണ്. കുടുംബത്തിൽ ഏട്ടന്റെ അഞ്ചന്റെ മക്കൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാർക്ക് കൂടി മറ്റോന് മാർക്ക് കുറഞ്ഞാല് പിന്നെ ആ കുടുംബത്തിൽ ലഹളയാണ്. ഒരാളിലേക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട് മറ്റോ കുറച്ച് മോശമായാൽ വലിയ പ്രശ്നമാണ്. ഈ വെറുപ്പും വിദ്വേഷവും അസൂയും കുശുമ്പും ഒക്കെ കുടുംബത്തിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാൽ മനസ്സുകൊണ്ട് സ്നേഹിക്കേണ്ടവരാണ്. മാത്രമല്ല, നമ്മളൊരു സദക്ക ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ കുറെ ധനികരായ ആൾക്കാരുണ്ട്. ഓരോ പെട്ടെന്ന് മലയാളിമാരായ എന്നാ ഓരോ കുടുംബക്കാര് മഹാപാവങ്ങളെക്കാൾ. എന്നാ ഇവര് നാട്ടിൽ വന്നിട്ട് ഭയങ്കര സഹായം ചെയ്യും. വീടുണ്ടാക്കാന്, പെൺകുട്ടികളെ കെട്ടിക്കാന്, ആന ചേന ഒരുപാട് സഹായം ചെയ്യും. എന്നാലും ഓന്റെ വീട്ടിന്റെ അടുത്ത് ചോർന്നൊലിക്കുന്ന വീട്ടില് വാടക വീട്ടിൽ പാർക്കണ ഓന്റെ രക്തബന്ധം ഉണ്ടാവും, കൊടുക്കൂല. അവിടെ കുട്ടികളെ കെട്ടിക്കാണ്ടാവും, ഓൻ അറിയുന്നില്ല. എന്താ കാരണം? നാട്ടുകാർക്ക് കൊടുത്താലല്ലേ പേപ്പറിൽ കോട്ടം വരുള്ളൂ. എളാപ്പാനെ കുട്ടിയെ കെട്ടിക്കാൻ 50,000 കൊടുത്താൽ അതോ കൊടുക്കേണ്ടിയല്ലേ? അപ്പൊ വലിയ കാര്യമാണ് വെച്ചു ആൾക്കാർ കൊടുക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തു. ഒരു സാധുവിന് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ അത് ഒരു സദഖയാണ്. ഒരു പാവപ്പെട്ട ഒരു സഹായം ഒരു സദഖ. എന്നാൽ എന്നാൽ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു സ്വതക്ക ചെയ്തു കൊടുത്താൽ അതിന് 2 കൂലിണ്ട്. ഒന്ന് സ്വതക്ക ചെയ്ത കൂലിയുണ്ട്, രണ്ടാമത്തേത് വസിലത്തുൻ, കുടുംബ ബന്ധം ചേർത്ത കൂലിയുണ്ട്. നമ്മൾ വന്നിട്ട് ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ആർക്കെങ്കിലൊക്കെ സഹായിക്കണം എന്നൊക്കെ തോന്നി, കുറച്ച് അത്തറ് കുപ്പിണ്ട്, കുറച്ച് ഡ്രസ് ഉണ്ട്, ആർക്കെങ്കിലൊക്കെ കൊടുക്കണം തോന്നിയാല് അതിന്റെ പ്രഥമ പരിഗണനക്കാരാരാധനകള് നമ്മളെ കുടുംബക്കാരാണ്, നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾക്കാണ് നമ്മളത് ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ 2 കൂലി നബിക്കത്ത്. പിന്നെ നബി ഒരിക്കൽ പെണ്ണുങ്ങൾ കേട്ടോടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്ത്രീകളെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട്. സ്ത്രീകളെയാണ് നരകത്തിൽ ഏറ്റവും കണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളെ അടുത്ത് എന്താണോ ഉള്ളത്, ഒരു ഈത്തപ്പഴത്തിന്റെ ചൊറയാണെങ്കിൽ അതെങ്കിലും സദക്ക കൊടുത്തിട്ട് നിങ്ങൾ നരകത്തിനെ കാക്കണം കേട്ടോ. അപ്പോ 1-2 സ്ത്രീകള് ഓരോ കഴുത്തിൽ ഓരോ മാലുണ്ട്, സ്വർണ്ണമാല, അത് സദക്ക കൊടുക്കാൻ തീരുമാനിച്ചു. അവ പാവപ്പെട്ടവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഓര് കണ്ടെത്തിയ എന്താ പറയുക, ഓരോ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ഓരോ ഭർത്താക്കന്മാരാണ്.
ഒരു പണിയില്ല, പാവങ്ങളാണ്. അപ്പൊ ഓർക്കൊരു സംശയം, ഇത് ഭർത്താക്കന്മാർക്ക് കൊടുത്താൽ കൂലി കിട്ടുക. അപ്പൊ നബിന്റെ അടുത്ത് ചോദിക്കുക, നബിയെ എനിക്കൊരു സദക്ക കൊടുക്കാണ്ട്, അത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ എന്റെ അറിവില് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളിന്റെ ഭർത്താവാണ്. കൊടുക്കാൻ പറ്റും? നബി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറ്റുന്ന മാത്രമല്ല, അതിന് 2 കൂലി കിട്ടും. ഒന്ന്, നിങ്ങൾ സദക്ക കൊടുത്ത കൂലി കിട്ടും. 2, കുടുംബ ബന്ധം ചേർത്ത കൂലി കിട്ടുന്ന. അപ്പോ നമ്മൾ സദക്കയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മുടെ വീട്ടില് സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോ കുടുംബങ്ങളെ അതിലേക്ക് ക്ഷണിച്ച് ഈ കുടുംബ ബന്ധം നിലനിർത്തുവാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് എന്റെ വിഷയത്തിന്റെ 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ് ഞാൻ ഇനി ദീർഘിച്ച് സംസാരിക്കില്ല. 2ാമത്തെ പോയിന്റ്, ഈ കുടുംബ ബന്ധത്തിൽ ചില ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്, വളരെ ഗൗരവമാണ്. മാതാപിതാക്കൾ അവരും മക്കളും തമ്മിലുള്ള ബന്ധമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അറിയില്ലേ? അവർ തമ്മിലുള്ള ബന്ധമല്ല, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ബന്ധമല്ല, എളാപ്പി മൂത്താപ്പി തമ്മിൽ, ഇതൊക്കെ വ്യത്യസ്തമാണ്. ഓരോരുത്തരോടും അവരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നബിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ ചോദിക്കാതെ, നബിയെ എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ട്, അവരുമായുള്ള എന്റെ നിലപാട് എന്തായിരിക്കണം? ചോദ്യം ക്ലിയർ ആണല്ലോ. എന്റെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ചില കുടുംബക്കാരുണ്ട്, അവരുമായുള്ള എന്റെ ബന്ധം ഏത് രൂപത്തിലായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി വർത്തമാന കാലത്ത് എന്തോരം പ്രസക്തമായ മറുപടി തരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഹമു മൗത്തുൻ, അൽ ഹമു മൗത്തുൻ. ഇതാ അർത്ഥം അറിയോ? നിന്റെ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാര് നിനക്ക് മരണമാണ്. എന്തായാലും അർത്ഥം, നമ്മളെ മരിപ്പിക്കുന്ന ഒരു കാര്യത്തിനെ എന്തുമാത്രം ജാഗ്രതയോട് കൂടിയാണോ നമ്മൾ കൈകാര്യം ചെയ്യാം, ആ ജാഗ്രതയിലാവണം നിന്റെ ഭർത്താവിന്റെ അടുത്ത കുടുംബങ്ങളുമായുള്ള നിന്റെ ബന്ധം. എന്തേത്? ഒരു സ്ത്രീ വർത്തമാനകാലത്ത് അവരുടെ വിവാഹം കഴിഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ലൈംഗികമായും അല്ലാതെയും അവൾ പീഡിപ്പിക്കപ്പെടുന്നത് ഭർത്താവിന്റെ അടുത്ത കുടുംബങ്ങളിൽ നിന്നാണ്. എന്താ കാരണം അറിയുന്നത്? ഇപ്പൊ എന്റെ അയലോകത്തുള്ള വളരെ ദുഷ്ടനായ വളരെ മോശപ്പെട്ട ഒരാൾക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് കണ്ട് എന്റെ ഭാര്യനെ തൊടാൻ പോലും കഴിയില്ല. കാരണം എന്താ പറയാ, ഓനിങ്ങനെ എന്റെ വീടിന്റെ അടുത്ത് കൂടെ വരുമ്പോ തന്നെ അയലോക്കാരൊക്കെ നോക്കൂ, എങ്ങോട്ടപ്പോ പോണത്? മൗലവിന്റെ പെരീക്കാണല്ലോ, അവിടെ മൗലവി ഇല്ലല്ലോ, എന്തിനാ പോൻ അങ്ങോട്ട് പോണേ? അയാൾ എന്റെ വീട്ടിൽ വിട്ടിട്ടെത്തുമ്പോഴേക്ക് എന്റെ അയൽപ്പക്കത്തുനിന്ന് 3 ആളെങ്കിലും ഉണ്ട് തിന്നടാൻ കൂടെ എന്തിനാ വന്ന് ഓന്റെ പെരീക്ക് കയറാൻ കഴിയില്ല. എന്നാൽ എന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടാത്ത ഒരു നിശ്ചിത ചിന്ത ഉണ്ടെങ്കിലേ ഏത് നട്ടപ്പാതിരത്തിന്റെ വീട്ടിലെ തന്റെ വീടിന്റെ മുറ്റത്ത് രാത്രി 2 മണിക്ക് ഒരു കാറ് വന്നു നിന്നാല് എന്റെ അയലോക്കക്കാരൻ നോക്കും, ആരാപ്പ മൗലവിന്റെ മുറ്റത്ത് ഒരു കാറ്, അത് തുറന്നിട്ട് പുറത്തിറങ്ങുന്നത് എന്റെ അടുത്ത ബന്ധുവാണെങ്കിൽ അയാൾ അതെ അത് മൗലവിന്റെ തന്നെ ആളാണ്, ഒരു കടന്നുറങ്ങും, അയാൾക്ക് എന്റെ വീട്ടിൽ കയറാം, അയാൾക്ക് എന്റെ വീട്ടിൽ സർവ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വരുന്ന മനുഷ്യന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തയുണ്ടെങ്കിൽ ആ ചിന്തക്ക് എന്റെ കുടുംബം വിധേയമാക്കപ്പെടും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ് എന്താ പറഞ്ഞത്? അൽ ഹമു മൗത്തുൻ, എന്റെ ഭർത്താവിന്റെ അടുത്ത കുടുംബം മരണമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പെരുമാറണം. പാളിപ്പോയാൽ എന്തെങ്കിലും ഒന്ന് കറുത്ത് പറഞ്ഞാൽ ബന്ധം പോകും, എന്തെങ്കിലും ഒന്ന് കറുത്ത വാക്ക് പറഞ്ഞാൽ ആ ബന്ധം മുറിഞ്ഞു പോകും. അല്ല എന്തെങ്കിലും ഒന്നൊരു ലേശം നമ്മൾ നിന്നു കൊടുത്താലോ ആ ബന്ധം തലയിൽ കയറും. രണ്ടിന്റെ ഇടയ്ക്ക് ജാഗ്രതയോടെ നിൽക്കേണ്ട ബന്ധമാണെന്ന് പറഞ്ഞത് അല്ലേ? ഇത് ഗൗരവമുള്ള കാര്യമല്ലേ? അതായത് നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടും ഏത് രൂപത്തിലാവണം നമ്മുടെ ഇടപെടലുകളെന്നും നമ്മുടെ ഇടപാടുകളെന്നും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. എത്ര നല്ല ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബത്തിൽ. നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തിലെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ഈ പോക്സ്കോ കേസുകൾ ഉണ്ടല്ലോ. എന്താ പോക്സ്കോ കേസുകൾ? പോക്സ്കോ കേസുകൾ എന്ന് പറഞ്ഞാല് പിന്നെ പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് പോക്സ്കോ കേസുകൾ. ഗൗരവമുള്ള കേസാണ്. ഈ പോക്സ്കോ കേസുകളുടെ എണ്ണം
ഓരോ കൊല്ലത്തിലും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നുണ്ട് കണക്കിൽ. ആ കണക്കില് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞതല്ലോ, പോക്സ്കോ കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികളിൽ 60% അടുത്ത കുടുംബങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ ആണ്. കേട്ടാ, നമ്മുടെ വീട്ടിലെ നമ്മുടെ പൊന്നാന മക്കളെ പീഡിപ്പിക്കുന്ന ആളുകള് ഏതെങ്കിലും ബോംബെന്ന് വന്ന ദാദാമാരോ റൗഡികളോ ഒന്നല്ല. ഏത് സമയത്തും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് കൂടെ ഇരുത്താനും നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്ത നമ്മുടെ വീട്ടിലെ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യമായി ലൈംഗിക പീഡനത്തിന്റെ രുചി അറിയുന്നത് എന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കണക്കാ, വയത് പറയുന്ന കണക്കല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കണക്കാ. പലപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഇത്തരം കേസുകൾ സ്റ്റേഷനിലെത്തല്ല. നമ്മൾ കുടുംബബന്ധം നാസാക്കോലത്ത് പൊടിച്ചിട്ട് ഒരുത്തരം സംഘട്ടം വിടും, മറ്റോളം 2 പൊട്ടിച്ചിട്ട് ഇനി മേലല്ല പറമ്പ് കണ്ടാ കരുതിക്കൊള്ളും പറഞ്ഞ് ഓനെ വാൺ ചെയ്ത് വിടും. ഇങ്ങനെയൊക്കെ ചെയ്യല് ഒരു ചെറിയ ശതമാനം സ്റ്റേഷനിലെത്തലുള്ളൂ. ആ സ്റ്റേഷനിലെത്തിയ കേസാണ് ആകെയുള്ള കേസിന്റെ 60%. അപ്പൊ എത്രയുടെ എണ്ണം, എത്രയുടെ വലിപ്പം. നമ്മളൊക്കെ പെരിയില് അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാള് നമ്മുടെ മകളെന്തേലും ചെയ്താല് നമ്മൾ സ്റ്റേഷനിൽ പോകുമോ? എങ്ങനെങ്കിലൊക്കെ മദ്യം പറഞ്ഞാണ്ട് ഓന് താക്കീത് കൊടുത്താൽ വിടലല്ലേ? അത് സ്റ്റേഷനിൽ പോകല് വളരെ മോശമാകുമ്പോഴാണ്. ആ മോശമായ സംഖ്യ 70% മേലെത്തി എന്ന് പറയുമ്പോ അതിന്റെ എണ്ണത്രയാ. അപ്പൊ പൊന്നാറ മാതാപിതാക്കളെ കേൾവികൊള്ളി, നമ്മുടെ മക്കൾ നല്ല മക്കളാണ്. നമ്മുടെ വീട്ടിൽ വരുന്നോരും നല്ല മക്കളാണ്. ഒരു മോശമല്ല, ഓരാരും മോശമല്ല, നല്ല തെളിമയുള്ള മക്കളാണ്. പക്ഷേ ഈ തെളിമയുള്ള മക്കളെ നശിപ്പിക്കുന്ന മോശക്കാരനായ ഒരു മൂന്നാമനുണ്ട്. ആരാരങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ അവർക്കിടയിലേക്ക് മൂന്നാമനായി പിശാച് കടന്നു വരും. ആ പിശാച് വന്നാൽ പിന്നെ അവരുടെ പ്രവർത്തനങ്ങളെ പിശാച് സ്വാധീനിക്കും. ഞാനിപ്പോ ഈ ഫോൺ എടുത്തുകാണ്ട് വീണ്ടും ഫോൺ ചെയ്യാൻ എടുത്തുകാണ്ട് മറുതലത്തിൽ ഒരു പെണ്ണാന്ന് വിചാരിച്ചോളി, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ലോകത്ത് 800 കോടി മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഈ ഫോണിന്റെ ലോകത്ത് ഞാൻ ഓട് ഒറ്റക്കാം. എന്തൊക്കെയാണ് വർത്താനം, പിന്നെന്തൊക്കെയാണ് വർത്താനം, പിന്നെന്തൊക്കെയാണ് വർത്താനം, പിന്നെന്തൊക്കെയാണ് വർത്താനം. ഒരു 4 പിന്നെ കണ്ട് ചോദിച്ചാല് പിന്നെ അവിടെ തുറക്കാൻ ഒരു പിന്നും ബാക്കി ഉണ്ടാവില്ല, ഫുള്ള് കണ്ട് തുറക്കും. എന്തേ? പിശാചിന്റെ സ്വാധീനാണ്. അടുക്കളന്റെ വാതിലിന്റെ കുറ്റി വീഴും, നട്ടപ്പാതിലൊക്കെ ഇറങ്ങിപ്പോകും. ആരാണ് ആള് എന്നറിയുമ്പോ കുടുംബനാഥൻ പടച്ചോനെ, ഓന് ഇന്നലെ അന്തിക്ക് ഞാൻ ചായ വാങ്ങിക്കൊടുത്ത് ഞാൻ പിരിച്ചതല്ലേ, ഓൻ എന്റെ പെരീക്ക് കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും. പിശാച് അത്രയും തന്ത്രജ്ഞനാണ്. അപ്പൊ നമ്മളെ റോളെന്താ? 2 ആള് ഒറ്റക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. പല വീടുകളിലും അവസ്ഥ വളരെ മോശമാണ്. അകന്നതും അടുത്തതുമായ കുടുംബത്തിലെ ബന്ധങ്ങള് കുട്ടികൾ പഠിക്കുന്നിടത്തും ബെഡ്റൂമിലും ഒഴിഞ്ഞ ഇടങ്ങളിലും യാത്രകളിലും ബൈക്കിലും ഒക്കെ അവർ ഒറ്റക്കാണ്. നമുക്ക് വിശ്വാസം നമ്മുടെ കുട്ടികളെ, പക്ഷെ ഇബ്ലീസിനെ വിശ്വസിക്കരുത് കേട്ടോ. നമ്മളെ സ്ഥാപനത്തിൽ നമുക്കറിയാം, 10ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി മോട്ടോർ സൈക്കിൾ ആയിട്ട് ചില ആ കുട്ടികൾ വരും. എന്താണ് അവരുടെ പേര്? ഇയാളോളെ ഞാനോളെ ആങ്ങളാണ്. ആങ്ങളെന്ന് പറഞ്ഞാല് ആങ്ങളാണ്, ശരിക്കുള്ള ആങ്ങളാണ്. ആങ്ങളെന്ന് പറഞ്ഞാല് ഒരു തരത്തിലുള്ള ആങ്ങളാണ്. ഏതാണ് തരം? അവസാനം പറയും കസിൻ ബ്രദറാണ്. എന്നാ കാക്കാനെ കുട്ടി പോയിക്കോ, ഓട് പിന്നെ വന്നോളും പറയും. നമ്മൾ വിടലില്ല. എന്തേറെങ്ങൾ വിട്ടാൽ മിക്കതും വീട്ടിലെത്താൻ കൈകൊടുക്കും. പാപ്പാനോട് പറഞ്ഞ പാപ്പ എന്താ പറയലോ, അതെ ഒരു ആങ്ങളെ പെങ്ങളമായിട്ട് വീട്ടിൽ ജീവിക്കണമല്ല, എന്താ ഓന്റെ കൊണ്ട് പറഞ്ഞാൽ ഇത് പറ്റണ എന്താന്നില്ലേ? ബാപ്പാനെ നിത്യം പറഞ്ഞു കൊടുക്കുമ്പോ ബാപ്പ പറയുന്ന ഉസ്താദെ, ഇന്ന് മുതൽ ഞാൻ വരാതെ എന്റെ മോളെ പറഞ്ഞേക്കരുത് കേട്ടോ. അതാണ് ശരി, അതാണ് ശരി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ രംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ പുല്ല് വില കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന്റെ ഉൾത്തടങ്ങളിൽ ഒരുപാട് വേണ്ടാത്തരങ്ങൾ. നിങ്ങൾക്കറിയാം, ഞാനും എന്റെ ഭാര്യയും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് എന്റെ സ്വന്തം മക്കൾക്ക് കേറി വരണമെങ്കിൽ അടച്ചിട്ട വാതിലുമ്പോ കുറ്റിയിട്ട് ചോദിക്കണം എന്നാണ്. ഉമ്മ ഞാനൊന്നാണ് വരട്ടെ. 3 സമയം. 1 രാത്രി ഇശാക്ക് ശേഷം നമ്മൾ കിടക്കുമ്പോ, 2 മുഹറിന് ശേഷം നമ്മളൊരു വിശ്രമല്ലേ ആ സമയത്ത്, 3 സുബഹിന്റെ തൊട്ട് മുമ്പുള്ള സമയം. ഈ 3 സമയത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ സ്വന്തം കുട്ടിക്ക്, എന്റെ മകന്, എന്റെ മോൾക്ക് ഞങ്ങളെ ബെഡ്റൂമിൽ കയറി വരണമെങ്കിൽ അടച്ചിട്ട വാതിൽ കൊണ്ട് കൊട്ടണം. അത് മക്കളെ പഠിപ്പിക്കണം.
പഠിപ്പിക്കണം. ഇങ്ങനെ ഖുർആന്റെ കൽപ്പനയാണ്. അപ്പൊ അമ്മ ഞാൻ വന്നെത്തെ വന്നോന്ന് പറഞ്ഞാൽ വരാ, ഇപ്പൊ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരാതെക്കാനും മക്കളെ പഠിപ്പിക്കണം. ഒന്നായിട്ട് അങ്ങോട്ട് റെയിൽവേ ഗേറ്റ് തുറന്നമാർക്ക് ഠും പറഞ്ഞ് വാതിലൊക്കെ തള്ളി തുറന്ന് പെരീക്ക് ഠും പറഞ്ഞ് മക്കളെ വരുന്നത്. അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ. അത് പറയണം. അത് എങ്ങനെയാ പറയാം? അത് പറഞ്ഞാൽ പോലെ വിചാരിച്ച ഒന്നും വിചാരിച്ചല്ല, ഒരിക്കൽ പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടില്ലെങ്കിൽ പലവട്ടം വിചാരിക്കേണ്ടി വരും. ഒരിക്കൽ പറഞ്ഞാൽ മതി. മക്കളെ ഇങ്ങനെ ഉള്ളിൽ ആളുണ്ടാവുമ്പോ വാതിൽ അടച്ചിരുന്നത് അതിനുള്ളിൽ വേഗം വരാതെക്കാൻ വേണ്ടി, അതുകൊണ്ട് അടച്ച വാതില് ഒരിക്കലും തള്ളി തുറക്കരുത്, ഒന്ന് കൊട്ടിയിട്ട് ചോദിക്കണം കേട്ടോ. എന്റെ സ്വന്തം മക്കൾക്ക് എന്റെ റൂമിക്ക് വരണമെങ്കിൽ എന്റെ അനുവാദം ചോദിക്കണമെന്നിരിക്കെ. നമ്മളെയൊക്കെ ചില ആൾക്കാരെ വീടുണ്ടല്ലോ, ബസ് സ്റ്റാൻഡ് വായിക്കാം, ആ വീടിനെ കുറിച്ച് നാട്ടുകാരെന്താ പറയാ? ഓ ആ പേരുണ്ടല്ലോ എന്തോ ഒരു സോഷ്യലാണ്. എന്താ സോഷ്യൽ അറിയാൻ? എപ്പോഴും കയറിച്ചല്ല, ആരോടും ഇരിക്ക, ആരോടും വർത്താനം പറയാ, ഏത് പാദം, അതാണ് സോഷ്യല്. അവസാനം കണക്കൊക്കെ തെറ്റി സോഷ്യലൊക്കെ മാത്തമാറ്റിക്സ് ആവുമ്പോഴാണ് പഠിച്ചോനെ ഞാൻ സ്വപ്നത്തിൽ കൂടി അങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചിട്ടില്ലല്ലോ, വിചാരിച്ചുകൊണ്ട് ഇവിടെ ആരും ചെയ്യില്ല. അതൊക്കെ സാഹചര്യങ്ങൾ അങ്ങനെ ആകല. ആ സാഹചര്യം നമ്മൾ ആക്കിക്കൊടുത്തതാ. എന്റെ നാട്ടുകാരൻ പ്രസിദ്ധനായ മാപ്പിളപ്പാട്ടുകാരൻ എസ് എ ജമീൽ പാടിയില്ലേ, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അതിനിട കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. നമ്മുടെ മക്കളൊക്കെ പിഴക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുത്തതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പല രക്ഷിതാക്കൾക്കും ഒഴിഞ്ഞു മാറാൻ പറ്റൂല കേട്ടോ. നാളെ റബ്ബിന്റെ മുമ്പില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പടച്ചോന്റെ മുമ്പില് 3 വിഭാഗം ആളുകളെ അള്ളാഹു നോക്കുന്നല്ല, അള്ളാഹു കാണുന്നതിനാണ് ഉറപ്പാണ്. അതിലൊരു വിഭാഗം ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി തരങ്ങള് സ്വന്തം വീട്ടിലുള്ളവർ വൃത്തികെട്ടവരാവാൻ കാരണക്കാരായ മാതാപിതാക്കൾ. എന്താ പറഞ്ഞേ? ഒന്നുകൂടി കേട്ടങ്ങള്. സ്വന്തം വീട്ടിലുള്ളവർ വഴിപിഴച്ചു പോകുവാൻ കാരണക്കാരായ മാതാപിതാക്കൾ. ശ്രദ്ധല്ലാതെ മക്കളെ വിടുക, ഓല് ചോദിച്ചൊക്കെ പറഞ്ഞയക്കുക. സ്കൂൾ ഉണ്ടോലോ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോലോ, കൂട്ടുകാരുടെ വീട്ടിൽ കാണോലോ, ടൂർ ആണോലോ, കല്യാണത്തിന്റെ തലേന്നാണോലോ എന്നൊക്കെ ചോദിച്ച് മക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോഴേ പൊയ്ക്കോളി, വണ്ടിക്കൂലി ഇട്ട് കൊടുത്ത് ഓലെ വിടുക. ഓരെങ്ങട്ടാ പോണേ, എന്തിനാ പോണേ, ആരാ കൊണ്ടോണേ, ഒന്നും അറിയില്ല. ഒരു പെൺകുട്ടി ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു വലിയ വാർത്ത ഉണ്ട്, പറയാൻ പറ്റുമോ? എന്റെ പറയണേ. എന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഓളെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഓളെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. ഓൾ എന്റെ വീട്ടിൽ എത്തിയിട്ടില്ല. ഓൾ വേറെ ഒരു കൂടെ പഠിക്കുമ്പോൾ അവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരു ഹോട്ടലിലെ ജോലിക്കാരന്റെ കൂടെ ഓൾ പോയിട്ടുണ്ട്. ഓൾ വീട്ടിൽ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് പോന്നാണ്. വൈക്കത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു അവൾ ഇവന്റെ കൂടെ പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചാല് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ആ പെൺകുട്ടി പേടിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഓൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. വീട്ടുകാർ വിളിക്കുന്നുണ്ട്, മോളെവിടെ? ഓളിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വീട്ടുകാർ വിശ്വസിക്കുക എന്റെ മോള് കൂട്ടുകാരിയുടെ വീട്ടില് സ്നേഹത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, മോളവിടേക്ക് എത്തിയിട്ടില്ല, ഓൾ വിളിച്ചന്റെ കൂടെ പോയേക്കുക. ആരാ അറിഞ്ഞത്? ഈ വിഷയത്തിലുണ്ടല്ലോ പുതിയ തലമുറയില് ഭയങ്കരമായ സഹകരണമാണ്. ഏട്ടന്റെ അനുജന്റെ മക്കൾ ഒരു സ്കൂളുണ്ടെങ്കിൽ പോലും അവർ തമ്മിലുള്ള പ്രയാസങ്ങൾ വീട്ടിൽ പറയില്ല. ജ്യേഷ്ഠന്റെ മകനൊരു വേണ്ടാത്ത ബന്ധമുണ്ടെങ്കിൽ അനുജന്റെ മകൻ സപ്പോർട്ട പറയില്ല, അറിയിക്കൂല. ഒപ്പം നിൽക്കുന്നവർ പോലും ഞങ്ങളൊക്കെ ശരിക്കും അറിയുന്നുണ്ട്. നമ്മളൊക്കെ കുട്ടികളെ വളർത്തുമ്പോഴേ ചില ഗാംഗിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ചില കുട്ടികളുണ്ടാവും. അവരെ കൂട്ടി ഒരു വഴിക്ക് വിട്ടാല് ഒരു കുഴപ്പമുണ്ടാവില്ല. ഓളുണ്ടല്ലോ കൂട്ടത്തില്, എന്തേലും ഉണ്ടെങ്കിൽ ഓള് പറയും നമ്മൾ വിചാരിക്കും, പക്ഷെ ഓള് പറയില്ല. ഇവർ തമ്മിൽ ഭയങ്കരമായ ബന്ധമാണ് പുതിയ തലമുറയിൽ. എന്തിനും അവർ സഹായിക്കും, ഏത് വേണ്ടാത്തരത്തിനും ഏത് ദുഷിച്ച കാര്യങ്ങൾക്കും അവര് കൂടെ നിന്ന് സഹായിക്കും. ഒരാള് എനിക്ക് അത്ഭുതകരമായ കാഴ്ച വെച്ചതേ, 3-4 പെൺകുട്ടികൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുക റോഡ് സൈഡിൽ. ആ കുട്ടികളുടെ തൊട്ടു പിന്നിൽ ഒരു ശക്തനും ഒരു പെണ്ണും അവർ തമ്മിൽ എന്തൊക്കെയോ കാട്ടുന്നു, എന്തൊക്കെയോ പറയുന്നു. അത് കാണാതിരിക്കാൻ ഒരു വരിയായി നിന്ന് കൂട്ടുകാരികള് പ്രതിരോധം തീർത്തു കൊടുത്തിരിക്കുന്നു അങ്ങാടിന്റെ നടുവില്. ഇതാണ് കാലം. അപ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, അനുജത്തിമാരോട് എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, കാലം വല്ലാത്ത ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോണേ. അതുകൊണ്ട് നല്ല സൂക്ഷ്മതയും കൃത്യമായ തെക്കുവയും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. 3-ാമതായി എനിക്ക് പറയാനുള്ളത് ബന്ധങ്ങളുടെ കാഠിന്യത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും പേടിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംശയമല്ല, ബാപ്പാനോടും ഉമ്മാനോടുള്ള ബന്ധാട്ടോ.
മാതാപിതാക്കളോടുള്ള ബന്ധമാണ് കുടുംബ ബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൃഢമായ ബന്ധം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. കേൾക്കണം. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇനി മാറ്റല്ല, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. എന്താ വിധിച്ചത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ വേറെ ഒന്നിനെയും നീ ആരാധിക്കാൻ പാടില്ല. വേറെ ഒന്നിനെയും, മനുഷ്യനോ കല്ലോ മരോ ജിന്നോ മലക്കോ കബറോ ഒന്നിനെയും നീ ആരാധിക്കാൻ പാടില്ല. എന്താ ആരാധിക്കുക എന്ന് പറഞ്ഞാല് അതിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അതിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അല്ലാഹുവിനോടല്ലാതെ ആരോടും നീ പ്രാർത്ഥിക്കാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. ആ വിധിയുടെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിധിയും അല്ലാഹു തആല പുറപ്പെടുവിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാന. വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണം. വാട്ട് ഈസ് ഇഹ്സാൻ? എന്താ ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിന്റെ ഏറ്റവും മനോഹരമായ രൂപം. എന്റെ വാപ്പ പറഞ്ഞു, മോനെ കുറച്ച് വെള്ളം കൊടുത്താ എന്ന് പറഞ്ഞാൽ എന്റെ വാപ്പാക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വെള്ളം ഏതാണോ അതിന്റെ വീട്ടിൽ സംസമ്മതം ഉണ്ടെങ്കിൽ അതാ കൊണ്ടേ കൊടുക്കും. അതാണ് ഇഹ്സാൻ. നമ്മളൊക്കെ നേരെ മറിച്ചാണ്. പെരുന്നാളിന് എല്ലാവർക്കും നമുക്ക് ഉപ്പായിട്ട് മീറ്ററിന് 150 റുപ്യ, കുട്ടിയൊക്കെ ഇട്ട് 2000 റുപ്യ. അപ്പോൾ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, നോക്കി ബാപ്പാന്റെ കുപ്പായം കീറിയിക്കണ്, ബാപ്പാന്റെ കുപ്പായത്തല്ലേ, ബാപ്പാക്ക് എടുത്തു മീറ്ററിന് 35 റുപ്യ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പെണ്ണുങ്ങൾ പറഞ്ഞു, പിന്നെ നമ്മുടെ കുട്ടിയുടെ ബിസ്ക്കറ്റ് കഴിഞ്ഞ് ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടിട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, നോക്കിയാ ബാപ്പ രാവിലെ കട്ടൻചായനൊപ്പം ഒന്നും ഇല്ലായിട്ട് ബിസ്ക്കറ്റ് ഇല്ലായിട്ട് കട്ടൻചായ ഒപ്പില്ല, ബാപ്പാക്ക് ഒരു ബിസ്ക്കറ്റും കൂടി വാങ്ങിക്കൊള്ളി. വീടിൽ ചെന്ന് ഒരു ഓർലിക്സും ഒരു പാർലേജി. ഓർലിക്സ് ആയിരിക്കാം പാർലേജിയോ പാർലേജിയോ മതി അല്ലേ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിലെ പ്ലാന്റർ, കർഷകനാണ്. ഒരുപാട് തോട്ടമുണ്ട്, ഈത്തപ്പഴ തോട്ടങ്ങൾ. മദീനയിലെ ഏറ്റവും വില കൂടിയ തോട്ടം അദ്ദേഹത്തിന്റെ തോട്ടം. മദീനത്തെ മസ്ജിദ് നബവിയുടെ മുമ്പിൽ തന്നെ മനോഹരമായ തോട്ടം അദ്ദേഹത്തിന്. ഈ തോട്ടങ്ങളൊക്കെ ഉടമസ്ഥനാണ്. ഒരിക്കൽ അദ്ദേഹത്തെ ഒരു വലിയ കത്തി പറഞ്ഞാല് ഈത്തപ്പഴത്തിന്റെ കൊല വെട്ടിയെടുക്കുന്ന നീണ്ട കത്തിയല്ലോ, ആ കത്തിയായിട്ട് നേരെ തന്റെ തോട്ടത്തിൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തോട്ടത്തിൽ, ആ തോട്ടത്തിൽ വന്നിട്ട് എല്ലാ മരത്തിന്റെയും താഴെ വന്നിട്ട് നേരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ തോട്ടത്തില് ഏറ്റവും കൊലച്ചു നിൽക്കുന്ന ഒരു മരമാണ്, മൂത്തിട്ടില്ല, ചെറിയ കുരുണ്ടായിട്ടുള്ളത്. ആ മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് തുണിയൊക്കെ ഒന്ന് കുറുക്കി കുത്തിയിട്ട് കത്തിയൊക്കെ തിരികിയിട്ട് അദ്ദേഹം അതിനെ കയറുക. അപ്പൊ ആൾക്കാർ നോക്കി, എന്താ ഇദ്ദേഹം കയറുന്നത്, ഈത്തപ്പഴം പറിക്കാനായിട്ടില്ലല്ലോ, മൂത്തിട്ടില്ലല്ലോ, നല്ലൊരു മരത്തുമ്പോ പാഞ്ഞു കയറുന്ന എന്തിനാ. അദ്ദേഹം ആ മരത്തുമ്പോ കയറിയിട്ട് അതിന്റെ കൊലകളൊക്കെ വെട്ടി താഴെ. ആൾക്കാർക്ക് തോന്നി ഭ്രാന്തായോ ഇദ്ദേഹത്തിന്, മൂക്കാത്ത ഈത്തപ്പഴക്കൊല. പിന്നെ അതിന്റെ പട്ടൊക്കെ വെട്ടാൻ തുടങ്ങി. അതൊക്കെ വെട്ടിയിട്ട് ഏറ്റവും മേലെത്തിയിട്ട് അതിന്റെ തൂമ്പൊരൊറ്റ വെട്ടം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ തുറന്ന് പോയിട്ട് നമ്മൾ ഈ തെങ്ങൊക്കെ വെട്ടുമ്പോഴേ തെങ്ങിന്റെ തല വെട്ടുമ്പോൾ മധുരമുള്ള സാധനം കിട്ടൂലെ, എന്താ പേര് വരിക? പല പേര് നമ്മുടെ നാട്ടിൽ കരിമ്പ്, തെങ്ങിന്റെ കരിമ്പ് എന്നൊക്കെ പറയും. എന്തായാലും ആ സാധനം അത് ഇങ്ങനത്തെ മണമുണ്ടാവും. അത് മാന്തി കൂട്ടിയിട്ട് തന്റെ ഷാളിലും തന്റെ തുണിയിലൊക്കെ പാടെ കെട്ടിയിട്ട് അദ്ദേഹം കിതച്ചുകൊണ്ട് ആ മരം പോയി. ആ മരം ഉണ്ടാവില്ല. ആ തോട്ടത്തിലെ ഏറ്റവും നല്ല മരമാണ്, അത് ഉണങ്ങി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അപ്പൂപ്പനൊക്കെ എന്താ ഭ്രാന്തായ ഈ നല്ലൊരു മരം, ഇങ്ങനെ ഈത്തപ്പന്റെ തൂമ്പുവാണെങ്കിൽ ഏതെങ്കിലും ഉണങ്ങാനായ മരം വെട്ടിയ പോലെ ഈ നല്ലൊരു മരം എന്താ ഭ്രാന്തോ? അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഒരു ഈത്തപ്പനന്റെ കരിമ്പ് തിന്നിട്ട് കാലായി ഊരിയിട്ടുണ്ട്. അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ആയത്ത് വന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഈ ഭൂമിയിൽ എന്റെ ഉടമസ്ഥതയിലുള്ള എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഈത്തപ്പനയുടെ തൂമ്പ് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കും തീരുമാനിച്ചു. അതിനാ വെട്ടിയത്, നഷ്ടമില്ല, ഒരു നഷ്ടമല്ല, എൻ്റെ അമ്മക്ക് കൊടുക്കാനാണ്. അതൊരു ബോധം നമ്മുടെ തലച്ചോറിനാണ്. റൂമിലൊക്കെ വീട്ടിലൊക്കെ നമ്മൾ വീടുണ്ടാക്കും, വീടൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ വീട്, മാസ്റ്റർ ബെഡ്റൂം ഒക്കെ 20 വലിപ്പത്തിൽ ആകെ വെട്ടി അതിന്റെ പെരന്റെ മൂലൊക്കെ കാണാൻ ചെറിയ എന്താ അത് ബാപ്പാക്കും മാക്കുള്ള റൂം. വെളിച്ചം തട്ടാത്ത, കരണ്ടില്ലാത്ത, കാറ്റ് തട്ടാത്ത റൂം ബാപ്പാക്കും മാക്കും. നമുക്ക് മുമ്പിൽ രാജകീയം. കാറൊക്കെ വാങ്ങിയാൽ ചില ആൾക്കാർ കാറിന്റെ മുമ്പിൽ മന ഇട്ടല്ല, ഉമ്മ വിലക്കൽ. പെണ്ണുങ്ങൾ രാജകീയമായിട്ട് മുമ്പിൽ. പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുത്തിട്ടോ, പൊന്നാറ പെണ്ണുങ്ങളെ, നിങ്ങളൊക്കെ നാളെ അമ്മാരാവും. അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളിൽ മറക്കി, നിങ്ങളൊക്കെ നാളെ അമ്മാരാവും. അപ്പൊ അമ്മാരെ കുറിച്ച് ഞാൻ സംസാരിക്കും.
സംസാരിക്കണേ, നിങ്ങൾ ഇതിനെ പറ്റി വേറൊന്നും വിചാരിക്കരുത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും നമുക്ക് എന്താണോ ഈ ലോകത്ത് ഓർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, അവർക്ക് എന്താണോ വേണ്ടത്, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കുക. അതാണ് മനസ്സിലായല്ലോ? യഹ്സാനോടുകൂടി പെരുമാറണം, ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി. തീർന്നില്ല, ഇനി ഒരു കാര്യം കൂടി പറയട്ടോ, ഞാൻ അവസാനിപ്പിക്കണേ. ഒരു 5 മിനിറ്റ് എനിക്ക് ശേഷമുള്ള ആൾത്തിരുന്നോ പ്രാസംഗികർ എത്താത്ത പ്രശ്നമില്ല. അതെ, അമ്പസത്യം ഇല്ല, അതാവുമ്പോൾ 5 മണി വരെ പറയാം. പിന്നെ എനിക്കിത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി മാവേലിന് പയ്യന്നൂരാണ്. അപ്പോൾ അവിടെ എത്തേണ്ടതുകൊണ്ട് തോറ പറഞ്ഞപ്പോൾ അവിടെ പറയാൻ കഴിയില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, പിന്നെ നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണ്. നമുക്കെല്ലാം അറിയാലോ, ശിർക്കാണ് ഏറ്റവും വലിയ തെറ്റ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തെറ്റ് എന്താ പറഞ്ഞാൽ മാതാപിതാക്കളെ ചീത്ത പറയലാണ്, ഓരെ വേദനിപ്പിക്കലാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ് ശിർക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും കടുത്ത കുറ്റതാണ്. അവ നമ്മളൊക്കെ പറയാവോ, ഞാൻ എന്റെ വാപ്പാനെയും ഉമ്മാനെ ഇതുവരെ അടിച്ചിട്ടില്ല, കല്ലെടുത്ത് എറിഞ്ഞിട്ടില്ല, കത്തിയോട് കുത്തിയിട്ടില്ല, ചവിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ എന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുക? അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ ഉഷാറാണ് എനിക്ക് തോന്നൂലേ? ഞാൻ കേട്ടോടെ, നമ്മളൊക്കെ വാപ്പയും ഉമ്മയും നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് അറിയൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെല്ലുമ്പോ വാപ്പ എന്താ പറയാ, എന്റെ കുട്ടിയാണ്, എന്താ നല്ല കുട്ടി. ഉമ്മി പറയും ഞാനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അത് നമ്മൾ ചെല്ലുമ്പോഴാണ് പറയുന്നത്, വേറൊരാൾ ചെല്ലുമ്പോൾ വേറെ പറയും. അപ്പൊ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കുറിച്ച് എന്ത് കേൾക്കും, എന്ത് വിചാരിക്കുന്നു, ഇത് നമ്മൾ അറിയണം. നമ്മളോട് ഒരു വെറുപ്പുണ്ടോ എന്ന് അറിയണം. കാരണം അല്ല പറഞ്ഞില്ലേ, അള്ളാന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. എന്നതിന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമാണോ, അല്ല മാതാപിതാക്കൾക്ക് നമ്മളെ ഇഷ്ടമാണോ, അള്ളാഹ്ക്കും ഇഷ്ടമായിക്കാരം. ഓർക്ക് വെറുപ്പുണ്ടോ, അള്ളാഹ്ക്ക് വെറുപ്പുണ്ടോ. എന്റെ നാട്ടിലെ ഒരാൾക്ക് 2 മക്കൾ, വയസ്സായി. ഒരു മകൻ സ്കൂൾ അധ്യാപകൻ കുറച്ച് ദൂരെയാണ്, മറ്റോ മകൻ നാടനാണ്. അതുകൊണ്ട് ആ മകന്റെ കൂടെ മൂത്ത മകന്റെ കൂടെയാണ് ഒരു വീട്ടിൽ കുളിപ്പിക്കലും ആശുപത്രി കൊണ്ടുള്ളൊക്കെ മൂത്ത മകനാണ്. ചെറിയ മകൻ ഒരാന വളവനാണ്. ഒരു ശമ്പളം കിട്ടുന്ന മാസത്തിൽ ഒരിക്കൽ വാപ്പാനെ കാണാൻ വരും. വാപ്പാനെ കാണാൻ വരുമ്പോൾ ഒരു ദശമൂലാദിശത്തിന്റെ കുപ്പി ഉണ്ടാവും, ഒരു 100ന്റെ നോക്കുന്നുണ്ടാവും. അത് വാപ്പാ കൊടുക്കുന്നു, വാപ്പാക്ക് സന്തോഷം. ആരെങ്കിലും കൊന്നാണ് അല്ല എന്തൊക്കെ മക്കളൊക്കെ നോക്കലുണ്ടോ? മക്കൾ നോക്കലുണ്ടോ വെച്ചാല് ചെറിയോ വന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. മൂത്തോ ഒരു പൊട്ടനാ, ഓനെ കൊണ്ടൊരു കാര്യം കിട്ടാൻ. ആശുപത്രി കൊണ്ടുപോലോനാണ്, കുളിപ്പിക്കലോനാണ്, മരുന്ന് കൊടുക്കലോനാണ്, ഭക്ഷണം കൊടുക്കലോനാണ്, കുടി കുപ്പായി കൊടുക്കൽ ഒക്കെ ഓനാണ്. പക്ഷെ ഓനെ വാപ്പാക്ക് ഒരു മതിപ്പില്ല. ഈ വളവനെ അഞ്ചുണ്ടല്ലോ, ഈ 100ന്റെ നോട്ടും ദശമുലാനിഷ്ടം അയ്മോ വാപ്പാനെ പറഞ്ഞില്ല അല്ലേ? അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എന്ത് വിചാരിക്കുന്നു അത് അറിയാനൊരു മാർഗം. എന്താ മാർഗങ്ങൾ? നമ്മളെ വാപ്പാന്റെ അടുത്തൊരു സ്നേഹിതരെ പിടിക്കാം. വാപ്പാന്റെ ക്ലിയർ അടുത്ത സ്നേഹിതൻ, ആ സ്നേഹിതരെ പിടിച്ചിട്ട് ഒരു ചായ എന്നിട്ട് നിങ്ങൾ നാളെ വാപ്പാന്റെ അടുത്ത് പോകുമ്പോഴേ വെറുതെ ചോദിക്കാം, അല്ല എന്നെ പറ്റി വാപ്പങ്ങളുടെ കാക്ക നിങ്ങളെ മൂത്ത മോഡൽ അസൈനാല് എന്താ അസൈനാന്റെ അവസ്ഥ, നിങ്ങളെ നോക്കണം കണ്ടോ, വെറുതെ ചോദ്യങ്ങൾ വാപ്പാനോട് ചോദിക്കും. എന്നിട്ട് വാപ്പ എന്താ പറയുന്നത്, അത് എന്നോടൊന്ന് പറയണം കേട്ടോ. നമുക്ക് മനസ്സിലാവും വാപ്പാന്റെ ധാരണ എന്താണ്, എളുപ്പം മനസ്സിലാവും. അങ്ങനെ നമ്മുടെ വാപ്പാനോട് നമ്മളുമായുള്ള ബന്ധം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മളെ വാപ്പ പറയും, നമ്മൾ നമ്മുടെ വാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ നമ്മുടെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ. ഒരു വാപ്പയും പറയില്ല ഓൻ കത്തിട്ടിന്റെ കുത്തി, പക്ഷെ ഓന് പറയും ഓന്റെ വാക്കുണ്ടല്ലോ അതിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഓൻ പറഞ്ഞൊരു വർത്താനുണ്ട്, ആ വർത്താനം ഓനും ഉമ്ക്കും ഓന്റെ ഉമ്മാക്കും താങ്ങാൻ കഴിഞ്ഞില്ല. ഇമ്മാന്റെ ഒക്കെ മുമ്പിൽ നിന്നാണ് മക്കൾ ചോദിക്കണേ, നിങ്ങളൊക്കെ എന്ത് കൊന്ത ഇക്കുമാണ് ചെയ്ത് ഉമ്മാനോടെ. ഓന ഉമ്മാന്റെ വയറ്റിലുണ്ടായ അന്ന് മുതൽ തലവിധി വീണ് ഓക്കാനിച്ച് ഛർദ്ദിച്ച് മുഖം പതങ്കലിച്ച് ഇരിക്കാനും നടക്കാനും കടക്കാനും കഴിയാതെ എഴഞ്ഞു നീങ്ങി കഷ്ടപ്പെട്ട് മരണവേദനയ്ക്ക് തുല്യമായി ഓനെ പ്രസവിച്ച് 2 കൊല്ലം കഷ്ടക്കാലത്തിന്റെ മുലയൂട്ടി അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവന് കാവലിൽ നിന്നമ്മ ആ അമ്മാന്റെ മുഖത്ത് നോക്കി വൃത്തികെട്ട മകൻ ചോദിക്കുക, നിങ്ങളൊക്കെ എന്തോ ഒലക്കായി ഇക്കുമാടി ചെയ്ത് ആകാശം പോയിട്ടുള്ളത് അടിപൊളി. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞേ മാതാപിതാക്കളോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് 1 എന്ന് നമ്പർ ഇട്ടിട്ട് അല്ലാഹ് എഴുതണേ, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. നിങ്ങളെ ബാപ്പാനോടും ഉമ്മാനോടും വെറുപ്പിന്റെ ഒരു വർത്താനം പറയുന്നുണ്ടോ. അല്ലാഹ്ക്കറിയാം നമ്മുടെ മക്കള് നമ്മുടെ അമ്മാനെയും ബാപ്പാനെയും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നാവുകൊണ്ടാണ്.
നമ്മൾ പറഞ്ഞ വർത്താനാണ് ഓക്ക് താവർക്ക് താങ്ങാൻ കഴിയാതെ പലപ്പോഴും ഉമ്മ കരഞ്ഞതും പലപ്പോഴും പാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നമ്മളൊക്കെ ഉമ്മാരോടും പാപ്പാരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല എന്നാ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉമ്മ പേടിച്ച് 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 വാതിൽക്കെന്ന് എന്തേ മനെ ആ ഒച്ച കേൾക്കണ കണ്ടോ അല്ലേ? എന്തേ വിളിച്ച് ഒന്നുമില്ല, ഉമ്മാന്റെ ആ ഗുളിക കഴിക്കണ് ഇനി അത് വേണ്ടാന്ന് വിചാരിച്ചിനി. പക്ഷെ 4 ദിവസമായിട്ട് വേദന കൂട്ടി തുടങ്ങി. ഉമ്മാന്റെ കുട്ടി വൈകുന്നേരം വരുമ്പോ ഒരു 10 റുപ്യന്റെ ഗുളിക വാങ്ങി വരണം കേട്ടോ. 10 റുപ്യ. നമ്മളെ കുട്ടിക്ക് ബേക്കറി വാങ്ങാൻ 500 റുപ്യ വാങ്ങും. ആ സ്ഥലത്ത് ഉമ്മ 10 റുപ്യ ഗുളിക. പക്ഷെ നമുക്ക് ദേഷ്യം വരും. വെറുതെ മനുഷ്യന്റെ പൈസ ചെലവാക്കാൻ വേണ്ടി പറഞ്ഞത് കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കൂല, പൈസ ചെലവാക്കാൻ വേണ്ടി ഒരു സാധനം വേറൊരു ചീത്തമ്മാനെ. ഇന്ന് രാവിലെ പാവമ്മ തന്റെ പുള്ളിത്തട്ടങ്ങനെ കഴിച്ചു പിടിച്ചിട്ട് ആരും കാണാതിരിക്കാൻ മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് മെല്ലെ മെല്ലെ റൂമുക്ക് അങ്ങനെ പോയി ഒരു പോയൊക്കെ അമ്മാന്റെ പിന്നാലെ കരച്ചിൽ കാണാം. ഈ കുഞ്ഞാവിന്റെ മേലൊക്കെ ഈ ഉമ്മാനോട് നമുക്ക് വേണ്ടി കരഞ്ഞാൽ ഈ ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഞാൻ എപ്പോഴും പണ്ട് ഇപ്പത്തെ ഗൾഫല്ല പണ്ടൊരു ഗൾഫില്ലേ 3 കൊല്ലത്തിൽ പാസ്പോർട്ട് കൊണ്ടുപോയി സൗദിന്റെ കയ്യിൽ കൊടുത്തിട്ട് 3 കൊല്ലം കഴിഞ്ഞ് മൂപ്പർ തന്നാ മാത്രം നാട്ടിൽ പോരാൻ പറ്റുന്ന ഗൾഫ് ഉണ്ടായില്ലേ. ഇപ്പൊ അപ്പോഴെപ്പോഴൊക്കെ പോകാലോ, ഫോണില്ലാത്തൊരു കാലം. അന്നൊക്കെ ഗൾഫിൽ പോകുമ്പോഴാണ് വിരഹം. കാസർഗോഡ് ഇങ്ങനെ വിരഹത്തെ കുറിച്ച് പറയണ്ടല്ലോ. ആ വിരഹം നമ്മളിങ്ങനെ നനഞ്ഞ കണ്ണുമായിട്ട് പോയി കുറെ നടന്നിട്ട് നിങ്ങൾ തിരിഞ്ഞൊക്കെ അവസാനം ആ വീടിന്റെ വരാന്തിന്ന് നമ്മളെ നോക്കി നിൽക്കുന്ന അവസാനത്തെ ആളാരേക്കാരം. എന്റെ അനുഭവത്തിൽ എന്നും അമ്മേക്കാരം. എന്റെ കണ്ണിൽ നിന്ന് മറയോളം ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ആ വാതിൽക്കല് അവസാനം എന്റെ കണ്ണിൽ ചെറുതായി ചെറുതായി കാണുന്ന രൂപമുണ്ടല്ലോ എന്റെ അമ്മേക്കാർ. ഇപ്പോഴും എന്റെ അമ്മ മരിച്ചു മാസങ്ങൾക്ക് മുമ്പ്. അള്ളാഹു നമ്മുടെ ഉമ്മർക്കൊക്കെ മഹ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഞാനൊരു പ്രസംഗത്തിന് വന്നിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചാല് എന്റെ ഭാര്യ ചോദിച്ചോളൂ എത്തിയോ? എത്തി. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എപ്പോഴാ വരിക? 10 ആ കഴിഞ്ഞു. അമ്മ ചോദിക്കുക എന്തായാലും ഒച്ച വച്ചയക്കണല്ലോ, ഇത് വെള്ളമൊന്നും കുടിച്ചില്ലേ, ഭക്ഷണം കഴിച്ചില്ലേ, ഒന്നും തിന്നാതെ അങ്ങനെ ഓടി നടന്നാലേ ഒച്ച ഉണ്ടാവില്ല കേട്ടോ അല്ലേ? അത് ചോദിക്കാം. ഈ ലോകത്ത് ഉമ്മല്ലാതെ അതില്ലല്ലോ. ഇനി എനിക്കങ്ങനെ ചോദിക്കാൻ എനിക്കാറില്ല. കഴിഞ്ഞു. ഒരു ഉമ്മയുടെ സ്നേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ഏത് മക്കൾക്ക് അവകാശമുണ്ട്? അതുകൊണ്ട് അള്ള പറഞ്ഞേ വലാത്ത കുല്ലഹുമാ ഉഫ്ഫി. വെറുപ്പിന്റെ ഒരു വാക്ക് പറഞ്ഞു പോകുന്നത്. നമ്മൾ പറയണം നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ പെണ്ണന്മാരോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് പറയണം. ഉമ്മാനോട് ബാപ്പാനോട് വെറുപ്പിന്റെ ഒരു വാക്ക് പറയാൻ പാടില്ല. നമ്മളെ പലപ്പോഴൊക്കെ വീട്ടില് പെണ്ണുങ്ങളും ഉമ്മയും തല്ലുള്ളൂ. തല്ലുള്ള ടക്കറണോ സാധാരണ ഭാര്യയും ഉമ്മയും തമ്മിൽ പ്രശ്നം. ഈ ഭാര്യയും ഉമ്മയും പ്രശ്നം നമ്മൾ കുടുങ്ങലാരാണ്? നമ്മൾ ഭാര്യയ്ക്ക് നമ്മൾ ഭർത്താവാണ്, ഉമ്മാക്ക് നമ്മൾ മകനാണ്. രണ്ടാളോടും പറയാൻ പറ്റില്ല. അവസാനം നമ്മളെന്താ പറയാ? രണ്ടാളും പച്ച ചീത്തര പറയും. രണ്ടാളും പറയും ഇതുകൊണ്ട് ഇറങ്ങിപ്പോയി അല്ലേ? രണ്ടാളെയും ഒരേപോലെ പറയാൻ പാടില്ല. പെണ്ണുങ്ങളോട് പറയുന്ന പോലെ ഉമ്മാനോട് പറയാൻ പാടില്ല. ഉമ്മാനോട് പറയുന്ന പോലെ പെണ്ണുങ്ങളോട് ഭാര്യയോട് പറയുന്നത്. ഉമ്മാനോട് അമ്മ എന്തിനമ്മ എന്തിനങ്ങനെ ഇടങ്ങേറക്കണേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് എനിക്കുണ്ടാകുന്ന ഇടങ്ങേറൊക്കെയാണ്. നിങ്ങൾ അങ്ങനെ സംസാരിച്ചു നോക്കി. നമ്മുടെ ഉമ്മാനെ വെല്ലുവിളിച്ച അമ്മാനെ പിടിച്ചാലില്ല. ഇമ്മാനോട് സ്നേഹത്തോടെ സംസാരിക്കും. ഉമ്മ നമ്മുടെ മുമ്പിൽ എത്ര സ്നേഹത്തോടെ നിൽക്കുന്നവர்கள். അപ്പോ വലാത്ത പുല്ലഹുമാ ഉഫ്ഫി. വെറുപ്പിന്റെ വാക്ക് പറയാൻ പാടില്ല. വലാത്തൻഹറുമാ. കയർക്ക് സംസാരിക്കാൻ പാടില്ല. സംസാരിക്കാനേ പാടില്ല ഉമ്മാനോട് പാപ്പാനോട്. പിന്നെ എങ്ങനെ സംസാരിക്കണ്ടേ? വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ഓ ഭയങ്കര. വഖുല്ലഹുമാ. അവരോട് രണ്ടുപേരോടും നീ പെരുമാറണം. എങ്ങനെ പെരുമാറേണ്ടത്? ഖൗലൻ കരീമാ. മൃദുവായ ആർദ്രമായ വാക്കുകൾ. മൃദുവായ അമ്മ ബാപ്പ ഇങ്ങനെ 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 അല്ലേ? അങ്ങനെ പെരുമാറേണ്ടത്. കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം. എനിക്ക് വേണ്ടി സഹിച്ച പ്രയാസങ്ങൾ, എനിക്ക് വേണ്ടി ചെയ്ത ബുദ്ധിമുട്ടുകൾ അതിന് പകരം ചെയ്യാൻ എന്നെ കൊണ്ട് ആവൂല റബ്ബേ. അതുകൊണ്ട് റബ്ബേ എന്റെ മാതാപിതാക്കൾ എന്നോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ എന്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ. ഞാൻ അവസാനിപ്പിക്കട്ടോ. ഇത് ഇനി പറയണം. മാതാപിതാക്കൾ പറയാനുണ്ട്, മക്കളെ കാര്യം പറയാനുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി പറയാനുണ്ട്. ഇത് നീണ്ട വിഷയമാണ്. പറഞ്ഞാലേ ഇനി ഇൻഷാ അല്ലാഹ് ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂടാം ഇതേ വിഷയത്തിൽ. അപ്പൊ നമുക്ക് വീണ്ടും പറയാം. കോവിഡൊക്കെ വിട്ടു പോകുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ധന്യമായ കുടുംബം, ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും മനോഹരമായ കുടുംബം ഏതാ? നിങ്ങൾ ഇബ്രാഹിം നബിന്റെ കുടുംബം.
മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പ്രാർത്ഥന അല്ലേ? അള്ളാഹു സല്ലല്ലാഹു മുഹമ്മദ് വഅലി മുഹമ്മദ്. എന്താണ് ആ പ്രാർത്ഥന പറയുന്നത്? അള്ളാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും കൊടുക്കണേ. എന്താ ഇബ്രാഹിം കുടുംബത്തിന് കൊടുത്തത്? പൈസ കൊടുത്തോ? അധികാരം കൊടുത്തോ? രാജാധിപത്യം കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. എന്തേ കൊടുത്ത? നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒന്നിച്ച് നീങ്ങുന്ന ഒരു കുടുംബം. ഭർത്താവ് ഭാര്യനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് മടങ്ങുമ്പോ ഭാര്യ ചോദിക്കുകയാണേ, അള്ള പറഞ്ഞിട്ടാണോ? അതെ, എന്നാ ധൈര്യമായിട്ട് പോയിക്കോളി, അള്ളാന്റെ കൽപ്പന ലംഘിക്കട്ടോ, അള്ളാന്റെ കുറ്റകുറ്റങ്ങൾ പോയിക്കോളി, ഞങ്ങളെ പഠിച്ചോ നോക്കിക്കോളും. മകനെ അടുക്കാൻ വേണ്ടി മരുഭൂമിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോദിക്കുമ്പോ ഭാര്യയോട് ഭർത്താവ് ചോദിക്കുമ്പോ ഭാര്യ ചോദിക്കുക, അള്ള പറഞ്ഞിട്ടാണോ? അതെ, എന്നാ കൊണ്ടുപോയിക്കോളിട്ടോ, അള്ളാന്റെ കൽപ്പനയല്ലേ ലംഘിക്കണ്ട. അറുക്കാൻ കൊണ്ടുപോയ മകനോട് ബാപ്പ കാര്യം പറഞ്ഞപ്പോ മകൻ പറയാണ്, ബാപ്പ അറുത്തോളി, അറുക്കാതൊക്കെ എടുത്ത് അള്ളാന്റെ കുറ്റം കിട്ടും, അതുകൊണ്ട് ഇന്ന് അറുക്കാൻ നിൽക്കുമ്പോ എന്റെ കയ്യും കാലൊക്കെ കെട്ടണം കേട്ടോ. എന്തേ? ഞാൻ പെടഞ്ഞാലേ എണീറ്റ് ഓടിയാലേ ബാപ്പാക്ക് എന്നെ അറുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ കെട്ടിട്ടോളി, എന്നെ കമിഴ്ത്തി കിടത്തി അറുക്കണം കേട്ടോ, മലർത്തി കിടത്തരുത്. എന്തേ? മലർത്തി കിടക്കുമ്പോഴേ ഞാനെങ്ങാനും ബാപ്പാന്റെ കണ്ണിട്ട് നോക്കിയാൽ എന്റെ കണ്ണിന്ന് കണ്ണീര് വന്നാല് ബാപ്പാക്ക് അറക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ കമിഴ്ത്തി കിടത്തി അറക്കണം കേട്ടോ. പിന്നെ ഇതേ കുപ്പായ ഉണ്ടല്ലോ, ഇതിന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുപ്പായന്, ഉമ്മ തുന്നിണ്ടാക്കിയ കുപ്പായ, അമ്മാനോട് യാത്ര പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഈ കുപ്പായം എന്റെ അമ്മക്ക് തിരിച്ചു കൊടുക്കണം, എന്റെ സലാം പറയണം. ഇനി ചോരയാകാതെ നോക്കണം കേട്ടോ, ചോരയായാലും എന്റെ അമ്മക്ക് സഹിക്കൂലട്ടോ. ഒരു മകന്റെ വാക്കാണ്. അതാണ് ആ കുടുംബത്തിന്റെ പ്രത്യേകത. ബാപ്പിയും മകനും ഒറ്റക്കെട്ടായി സ്വർഗത്തേക്ക് പോകുക, അതാണ് ജീവിതത്തിലെ ഭാഗ്യം. അതുകൊണ്ട് നമ്മളൊക്കെ മക്കൾ IAS ആയോ, മക്കൾ ഡോക്ടറായോ, മറ്റൊരായോ മറിച്ചതായോ ഇതല്ല. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടോ എങ്കിൽ നിങ്ങളുടെ കുടുംബം ഭാഗ്യം ചെയ്ത കുടുംബം. ഇല്ലെങ്കിൽ കഷ്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല കുടുംബമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അവസാനത്തെ സെഷനാണ്. നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഫർഹാൻ സലാഹിയുടെ പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, രാവിലെ 10 മണി മുതൽ ഈ ഒരു വൈകുന്നേരം 5 മണി വരെ ഈ ഒരു ശബ്ദം ശ്രവിക്കാൻ വേണ്ടി, പടച്ച റബ്ബിന്റെ ദീന് കേൾക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാൻ, അത് പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ ഉള്ള ആഗ്രഹത്തിൽ ഈ ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ത്യാഗങ്ങൾ സഹിച്ച്, ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കളെയും കൊണ്ട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ ഏതോ ഒരു കോണിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്ന ഒടേറെ പ്രിയങ്കരനായ അലി ഷാക്കിർ മുണ്ടേരി, അതേപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് സംസാരിക്കാൻ വേണ്ടി വ്യത്യസ്തമായ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്ന് നമ്മളോടെത്തി നമ്മളോട് സംസാരിച്ച ഒടേറെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, നമ്മൾക്ക് നന്ദി എന്ന വാക്കിനപ്പുറം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ മാത്രമാണ്. അല്ലാഹുവേ, ഈ ഒരു സദസ്സിലേക്ക് ഈ ഒരു സംസാരം കേൾക്കാൻ വേണ്ടി എത്തിച്ചേരുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് റബ്ബിലേക്ക് തിരിച്ചു പോയി ചോദിക്കുന്നുണ്ട്, മാതാ യസ്അലൂനി, അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? യസ്അലൂനക ജന്ന, പടച്ച റബ്ബേ, അവർ സ്വർഗമാണ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരെന്തിൽ നിന്നാണ് എന്നോട് കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അനിന്നാർ, റബ്ബേ, നരകത്തിൽ നിന്നാണ്, നരകത്തിൽ നിന്നാണ്. ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നാം ഈ സംസാരങ്ങൾ കേട്ടത്, ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി കൊതിച്ചത്, അതിനുള്ള പ്രയത്നങ്ങൾ നടത്തുന്നത്. അല്ലാഹു ആ നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാസങ്ങളായി കഷ്ടപ്പെട്ട നമ്മുടെ തലനനച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിന്റെ സാമ്പത്തികമായി സമാഹരണങ്ങൾ നടത്തണം, പലരെയും കണ്ട് ഇതിന്റെ സമ്പത്ത് സ്വരൂപിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് കാസർഗോഡിന്റെ ഏത് കോണിൽ പോയാലും ഈ ഒരു പ്രോഗ്രാമിന്റെ പോസ്റ്ററുകൾ പതിഞ്ഞത് കാണാം. അതൊട്ടിക്കാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ച് അവിടെയൊക്കെ പോയി പ്രയത്നിച്ച, രാത്രി ഉറക്കമൊഴിച്ച് പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾക്ക് വേണ്ടി ഇവിടെ രാവിലെ മുതൽ
ഭക്ഷണം സുന്ദരമായി 500-ൽ പരം ആളുകൾ ഉണ്ടായിട്ടും സുന്ദരമായി നമ്മൾക്ക് മേശയിലേക്ക് ഭക്ഷണം എത്തിച്ചു തന്നവർ, നമ്മുടെ പ്രിയപ്പെട്ട അനുജന്മാർ, പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ്, ഇതിനു വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരും ദുനിയാവിലൊന്നും ആഗ്രഹിച്ചിട്ടല്ല, ഒരാളും നന്ദി വാക്യം ആഗ്രഹിച്ചിട്ടല്ല, ഇവിടെ നിന്ന് നന്ദി വാക്കോ ഒരു പേരെടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടല്ല, പടച്ചുറപ്പിന്റെ പ്രതിഫലം മാത്രം, നിന്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഓരോരുത്തരും പ്രയത്നിച്ചത്, ഓരോരുത്തരും കഷ്ടപ്പെട്ടത്, ഓരോരുത്തരും ഉറക്കം വഴിച്ചത്, ഓരോരുത്തരും ഓടി നടന്നത്. അല്ലാഹുവേ, നിന്റെ സ്വർഗം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് നീ നിന്റെ സ്വർഗം നൽകണേ അല്ലാഹ്. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ കാരണമാക്കണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിനു വേണ്ടി സാങ്കേതികമായി സഹായിച്ചവർ, ഇതിനുവേണ്ടി ലൈറ്റിങ്സും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി നമ്മൾക്ക് സഹായിച്ചവർ, ക്യാമറയും സജ്ജീകരണങ്ങളും നമ്മൾക്ക് ഒരുക്കി തന്നവർ, എല്ലാ നിലക്കും സഹായിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഇതിനു വേണ്ടി ശാരീരികമായി സഹായിച്ചവർ, എല്ലാ നിലക്കും ഈ നിമിഷം വരെ ഉറക്കമൊഴിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ, റബ്ബേ നീ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ കേട്ടത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതിലൂടെ നാട്ടിലൊരു മാറ്റമുണ്ടായി, കുടുംബത്തിലൊരു മാറ്റമുണ്ടായി, അങ്ങനെ കുടുംബത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോവാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മനസ്സിൽ പലതരത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്, പലതരത്തിൽ വിഷമങ്ങളും സങ്കടങ്ങളുമായി ഇരിക്കുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെയും കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ അറിയുന്ന, ഞങ്ങളുടെ മനസ്സിലുള്ള നൊമ്പരങ്ങൾ അറിയുന്ന അല്ലാഹുവേ, ആ വേദനകളെ മാറ്റി തരണേ അല്ലാഹ്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ എന്നുള്ള വാക്കിനാൽ ഔപചാരികതയ്ക്ക് വേണ്ടി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സദസ്സ് പിരിഞ്ഞു പോവുകയാണ്. വസല്ലല്ലാഹു തആല നബീനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ